This video is powered by MyG Future. Experience the next. മത്തായിയുടെ സുവിശേഷം ഇഷ്ടമുള്ള ഒരു സുവിശേഷം ഏതാണ്? ഇവള് കുറച്ച് വീക്കായിരിക്കും. ലിയോട്ടി ഉണ്ടോടാ? എനിക്കറിയില്ല. അറിയാം നിനക്ക് അറിയാം. 22 വയസ്സില് മമ്മൂക്ക, വിജയ്, ധനുഷ് ടോപ്പ് ആൾ. ഓട്ടോഗ്രാഫ് പിന്നെ ഞാൻ ചെറുതായിരുന്നപ്പോ എനിക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു മോനായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻവിസിബിൾ ആയാൽ മതി. ഫേവറേറ്റ് യൂട്യൂബർ? അങ്ങനെ. Hello guys, welcome to MyG Presents Pearly Mani Show. ഇന്നത്തെ എപ്പിസോഡിൽ we have a very cute and very special ഒരു ഗസ്റ്റ് ആണ്. He's very young, he's very talented. ഒരു pan Indian star ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ ആണ്. But he started his career from Kumbalangi Nights. Yes, you guessed it right. We have Matthew Thomas on MyG Presents Pearly Mani Show. Matthew Thomas. From the adorable Jason in Tannir Mathan Dinangal to the sensitive Frankie in Kumbalangi Nights, he's shown us that age is not a limit when it comes to talent. With his effortless acting and boyish charm, he quickly became one of the most loved young faces of Malayalam cinema. But he didn't stop there. He went on to surprise everyone with Leo, marking his presence in Tamil cinema too. Each of his roles carry a quiet intensity, a spark of truth, and a charm that makes you smile even before he says a word. His journey has just begun and it's already shining bright. Let's welcome Matthew Thomas to Pearly Mani Show. Pearly Mani Show. Hello everybody, so welcome to MyG Presents Pearly Mani Show. We have the one and only Matthew on our show. Thank you. എടാ ഞാൻ ഒന്ന് തൊട്ടോട്ടെ. എന്തിന്? വിജയൊക്കെ തൊട്ട ആളല്ലേ? അങ്ങനെ അറിയില്ലേ? മാത്യു, how's life man? അടിപൊളിയായിട്ട് തോന്നുന്നു. അതാണ് അടിപൊളിയാണ്. ഇപ്പൊ now you're saying the സത്യമുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എത്തിയത്? എവിടെ എത്തി നോക്കൂ. എങ്ങനെയൊക്കെയോ ഭയങ്കര ഒരു എന്തോ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ പോലെ. പെട്ടെന്നല്ല, കുറേ ഉണ്ടായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയോ ആയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ. എനിക്കിത് ഇഷ്ടമായിരുന്നു എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ആക്ച്വലി അത് തന്നെയായിരുന്നു എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. സോ നമ്മൾ ഓരോരുത്തരുടെ ഇന്റർവ്യൂവില് നമ്മൾ ചോദിക്കും, അവർ പറയും എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടേ എനിക്ക് ആക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറയുന്നവരുണ്ട്. മാത്യുയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ബിക്കം ആൻ ആക്ടർ? ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ച് ആക്ടിങ് ഇത്രയും ആഗ്രഹിച്ച് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണോ ഇവിടെ എത്തിയത്, അതോ ഇങ്ങനെ നടന്നൊരു കാര്യമാണ്? നടന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഞാൻ കോയിൻസിഡന്റൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കൊരു ഇതുണ്ടാവൂല. അങ്ങനെ ഞാൻ സ്കൂളിൽ 10th പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ സത്യജിത്രന്റെ ഒരു പുള്ളി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറി പഠിപ്പിക്കുക, ഇംഗ്ലീഷ് മിസ്. അപ്പൊ അതും ഇങ്ങനെ സിനിമ അങ്ങനെയൊക്കെ. അപ്പൊ ആ സമയത്താണ് വേറൊരു ടീച്ചർ, കവിതാ മിസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു PT ടീച്ചർ വന്നിട്ട് ഇങ്ങനൊരു ഓഡിഷൻ നടക്കുന്നുണ്ട്, താല്പര്യം. അപ്പൊ ഞാൻ എന്തിനാ, നമുക്ക് കിട്ടുന്നില്ല, എന്തിനാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആലോചിച്ചു ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കാ. ഇതും 5 മിനിറ്റ് 10 ടെസ്റ്റ് ഒന്നുമില്ല, ഒരു 15 മിനിറ്റ് അടുപ്പിച്ച് കട്ട് ചെയ്യാം. അപ്പൊ എപ്പോഴെങ്കിലും പോയേക്കാന്ന് പറഞ്ഞ് ചുമ്മാ പോയതാണ്. ഞാൻ കൊടുത്തത് ഞാൻ മറന്നുപോയി. അപ്പൊ അമ്മയുടെ നമ്പറൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അമ്മ ഒരു ദിവസം കുറെ കഴിഞ്ഞിട്ടോ, എനിക്കൊന്ന് ഒരു നിയർലി ഒരു മന്ത് കഴിഞ്ഞിട്ട് പിന്നെ അവര് വിളിക്കുന്നത്. മറന്നേ പോയി. അപ്പൊ അവര് അമ്മ വിളിച്ചിട്ട് നീ സ്കൂളിൽ എന്തെങ്കിലും അമ്മ മാത്സ് ടീച്ചർ, അപ്പൊ നീ സ്കൂളിൽ എന്തെങ്കിലും പറയാണ്ട് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചേർന്നു? അപ്പൊ ഇല്ല, ഇങ്ങനെ സിനിമ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സംഭവം ചുമ്മാ കൊടുത്ത നോക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അവരെ വിളിച്ചു, ഇങ്ങനെ ഒരു ഓഡീഷന് പിന്നെയും വിളിക്കുന്നുണ്ട്. മമ്മി അത് പിന്നെ എന്റെ കഴിവ് അവര് കണ്ടിട്ട് അങ്ങനെ പോയി ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു ഇതായിട്ട് നോക്കണ്ട, കുറെ പേരുണ്ട്, ചിലപ്പോ കിട്ടില്ല. അപ്പൊ ചുമ്മാ ഒരു ഉണ്ണിമായ ചേച്ചി രാജേഷ് മാധവനും ഒക്കെയാണ് ഓഡിഷൻ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ചു.
പിന്നെയും ഒരു ഓഡിഷൻ ചെയ്തു. എന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്ന ഇതായിട്ടുണ്ട്, സൗബിൻ ശ്രീനാഥ് വാസി ഷെയ്ൻ നിഗത്തിന്റെ കനിയനായിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നു ശ്യാം പുഷ്കറിനെ. ഭയങ്കര കണ്ണൊക്കെ നിറയുന്നു. ഫസ്റ്റ് തന്നെ TRP ആദ്യം തന്നെ കരയുന്നടാ. ഐ തിങ്ക് സന്തോഷമുണ്ട്. അപ്പൊ ഇത് അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് ഷെയ്നാ വന്നിരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആ ഇന്റർവ്യൂ നിറയെ ഞാൻ ചോദിച്ച കുമ്പളങ്ങി നൈറ്റ്സിനെ കുറിച്ചാണ്. ബിക്കോസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കേറി തറച്ച ഒരു സിനിമയാണല്ലോ. ആൻഡ് നമ്മുടെ മലയാള സിനിമേനെ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിച്ച ഒരു പടവും കൂടിയാ. വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളിലേക്കും എല്ലാം. കസോളിലൊക്കെ പോയായിരുന്നു ഒരു തവണ. അപ്പൊ അവിടെ ഒരു റഷ്യ എന്നുള്ളൊരു പുള്ളിക്കാരി പാട്ടൊക്കെ പാടുന്നു. എഴുതാ കഥ പാടുന്നു മലയാളത്തില്. ഞാൻ അയ്യോ, ഞാൻ ചുമ്മാ പോയത്. അപ്പൊ അവിടെ ഒരു മലയാളി കട, അങ്ങനെ അവര് മാത്യു പറഞ്ഞ ഐ ആം ദ ഹീറോ. പുള്ളിക്കാരി മറ്റേ ഭയങ്കര എനിക്ക് മനസ്സിലായിരുന്നു, അറിയായിരുന്നു, അതുകൊണ്ട് പാടിയത്. അപ്പൊ ഞാൻ ഭയങ്കര അത് എല്ലായിടത്തും പോകുമ്പോഴും കേട്ടോ. കസോളിൽ എന്തിനാ പോയത്? ഞാൻ ചുമ്മാ കസോളിലാണ് ഇങ്ങനെ ജീവിതം ഒന്നും ഇതായപ്പോ ഒരു 10 ദിവസം എവിടെയെങ്കിലും ജീവിതം പഠിക്കാനായിട്ട് കസോളിൽ. ജീവിതം പഠിക്കാനൊന്നും. മാത്യു ഇന്റർവ്യൂ തുടങ്ങി കുറെ നേരമായി. മാത്യു, നമ്മുടെ മുടി ഒരേപോലെ ഇപ്പൊ എന്ത് പറ്റി? എനിക്ക് കമ്പനി തരാറില്ലേ? ആക്ച്വലി അല്ല, മുടി വെട്ടി കാര്യമില്ല. ഞാൻ വളർത്തിയാൽ എനിക്ക് ഇതുപോലെ ഇതിനേക്കാളും കുറച്ച് നീട്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് ഉള്ളിട്ടൊക്കെ ചുരുണ്ട് കയറും. പക്ഷെ അതാണ് ഫാഷൻ. അതാണ് ചുരുണ്ട മുടിയുള്ളവർക്ക് എന്തൊരു പ്രത്യേക കഴിവുകളുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് ഇത്തിരി ബുദ്ധി ഇത്തിരി കൂടുതലാ. ഇത്തിരി, അതായത് ഇപ്പൊ മനുഷ്യന്റെ ഒരു വൈഫൈ റൗട്ടർ പോലെയാണ് നമ്മുടെ തല. അപ്പൊ ഈ റൗട്ടറിന്റെ ആന്റണിയാണ് മുടി. അപ്പൊ ഇങ്ങനെ ആന്റണി പോകുമ്പോ കുറേം കൂടെ നമ്മളിങ്ങനെ ഗ്രാബ് ചെയ്യുന്നു. സത്യം, അതാണ് എനിക്കൊരു പ്രശ്നമാണ്. ഇപ്പൊ ഡേറ്റ കൂടി കൂടി. മാത്യു, ഇറ്റ്സ് സച്ച് എ യുണീക് നെയിം. അപ്പൊ ഈ പേരിന്റെ പിറകിൽ വല്ല കഥ എന്തെങ്കിലും? എങ്ങനെ ഈ പേര് കിട്ടിയത്? അമ്മയുടെ അച്ഛന്റെ പേര് മാത്യു. അത്ര ചിന്തിച്ചില്ലെന്ന്. അമ്മയുടെ അച്ഛന്റെ പേര് മാത്യു, അതുകൊണ്ട് മാത്യു. ഇത് ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ് പേരിന്റെ അർത്ഥം. ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. സോ കുമ്പളങ്ങി നൈറ്റ്സ് ഹാപ്പൻ. ഓക്കെ, അതില് എനിക്ക് മാത്യുയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്നറിയാം? ആ ഫാമിലിയിൽ ഒരു നോർമൽ ആയിട്ട് ഒരാള് മാത്യു മാത്രമാണ്. പാവി പയ്യൻ അവിടെ എങ്ങനെയോ വന്ന് പെട്ടു. ബിക്കോസ് ഷെയ്ന്റെ ക്യാരക്ടർ എന്താണ് സജീവ് എന്നൊക്കെ പറയാൻ നടക്കുന്നു. ബാസി വീട്ടിൽ കേറുന്നേ ഇല്ല. പിന്നെ സൗബിൻ ചേട്ടൻ അറിയാം കയ്യിൽ നിന്ന് പോയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറച്ച് നോർമലും അവിടെ ഒരു സെയിനായിട്ട് ഇവരെല്ലാരും ഒരുമിച്ച് നിർത്തുന്ന, എല്ലാവരുമായിട്ടും ഒരു നല്ല ബന്ധമുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് അതൊരു ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ. അത് എല്ലാവരോടും സ്നേഹമുണ്ട്. അടിച്ചാലും യു ഫീൽ വെരി അങ്ങനത്തെ ഒരു. ഇതില് മദർ മേരിയുടെ ഫോട്ടോ നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെ മദർ മേരീനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫൈനലി ഒരു സീനില് ആ കുഞ്ഞുമായിട്ട് അമ്മ വരുമ്പോൾ ആ വള്ളത്തിൽ യു ആർ സിറ്റിംഗ് ആൻഡ് ദർ ഇസ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. ഫസ്റ്റ് എനിക്കറിയേണ്ടത് എങ്ങനെയാണ് ആ ഷോട്ടിൽ, എന്താണ് ആ ചിരിയുടെ പുറകിലുള്ള ഒരു കഥ ആൻഡ് അബൌട്ട് ദാറ്റ് ക്യാരക്ടർ. ചിരി എനിക്ക് തോന്നുന്നു അവര് അത് കൗണ്ടറാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അവരത് മറ്റേ ഈ ചേച്ചി കുഞ്ഞായിട്ട് വന്നത്, സൗബിക്ക് ഇങ്ങനെ തുഴഞ്ഞു വന്നത് ഷൂട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര രസമായിരുന്നു ആക്ച്വലി സിനിമയെ കാണുന്ന. അതെ അതെ, അത് ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ ആദ്യം നീ വന്നപ്പോ മദർ മേരിയുടെ ഫോട്ടോ കണ്ടില്ലേ, അപ്പൊ ഇതെന്താ അങ്ങനെയൊക്കെ. പിന്നെ എന്തോ ഉണ്ട് ആ സിനിമയില്. എനിക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു, മാജിക് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ റിയാക്ഷൻ ആയാലും ഇപ്പൊ ഞങ്ങളെല്ലാവരും അമ്മയുടെ ഒപ്പം ഇരുന്നൊരു അമ്മേനെ വിളിച്ചോണ്ട് വരാൻ പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അതില് സീൻ വായിച്ചപ്പോ ഷെയ്ൻ കരഞ്ഞു. സീൻ ചെയ്തു വന്നപ്പോ ഞാൻ സീൻ കണ്ടപ്പോ അപ്പൊ മൊത്തത്തില് അങ്ങനെ എന്തൊക്കെയോ ഡിവൈൻ ടച്ച് ഒരു മൂവി. പിന്നെ അവരും അങ്ങനെ ശ്യാമേട്ടനും മധുവേട്ടനും ഒക്കെ കുറച്ച് സീനാണ്. അവരങ്ങനെയാണ് നമ്മളെല്ലാം ഫീഡ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ.
ഫ്രാങ്കി ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും എനിക്ക് ഭയങ്കര ഫസ്റ്റ് മൂവിയും ഏറ്റവും സ്പെഷ്യലും. ഇനി അവിടെ നിന്ന് പിന്നെ എനിക്ക് ഐ വുഡ് ലൈക്ക് ടു കം ടു നിലവക്ക് ഈ ഗോൾഡൻ സ്പാരോ നെഞ്ചിലെ ആരോ. എന്റെ ദൈവമേ, ആ ഞങ്ങളുടെ വീട്ടിൽ ഫുൾ ടൈം ആ പാട്ടായിരിക്കും. പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടും. 200 million അതില് പകുതി മില്യൺ ഞങ്ങളാന്ന് തോന്നുന്നു. പിള്ളേരാണ് മെയിൻലി, കൊച്ചുങ്ങൾക്ക് അത് കേറി കഴിഞ്ഞാൽ. അപ്പൊ ഈ പാട്ട് വന്നപ്പോഴേ ഐ എം ലുക്കിംഗ് അറ്റ് യു ആൻഡ് ഐ എം ലൈക്ക്, ഓ, മാത്യു ഇസ് ഡൂയിങ് എ മൂവി ദാറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. അപ്പോൾ അടിപൊളി ഒരു കാസ്റ്റും, അതൊരു ഭയങ്കര ഒരു രസത്തിലാണല്ലോ അത് വന്നത്. ടെൽ us about എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത്. ആ മൊത്തം സിനിമ ഞാൻ കണ്ടിട്ട് സച്ച് എ ഫണ്ണി മൂവി. അതായത് ഒരു യങ്സ്റ്റേഴ്സിന്റെ ലവും ഒരു മാഡ്നെസ്സും ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഹൗ കാഷ്വലി ദേ ആർ ബ്രേക്കിംഗ് അപ്പ് ആൻഡ് മേക്കിംഗ് പുതിയ ഒരു ന്യൂ ജെൻ ഒരു ലവ് സ്റ്റോറി. സോ ടെൽ us about നിലവിലെടുക്കും. എനിക്ക് ധനുഷ് ഒരു ദിവസം മെസ്സേജ് വന്നു, ശ്രേയസ് എന്ന് പറഞ്ഞു, സാറിന്റെ മാനേജറാ. അപ്പൊ ശ്രേയസ് പറഞ്ഞു ഇങ്ങനെ ധനുഷ് ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ, അഭിനയിക്കുന്ന ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ വിളിക്കുന്നതായിരിക്കും കൊള്ളാം. അപ്പൊ പിന്നെ മനസ്സിലാവുന്ന പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം സാറിന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ഇങ്ങനെ കാണുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചെത്തുമ്പലം എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്നതിനൊരു 1 year മുമ്പ്. അപ്പൊ തിരിച്ചെത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുന്നത്. പിന്നെ ധനുഷിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കൊന്ന് മലയാളികൾക്ക്, എനിക്ക് നമ്മുടെ ഇവിടെ തമിഴ് സിനിമകളിലും എന്നെ വലിയ ഭയങ്കര പോപ്പുലറാണ്. അപ്പോ ഞാനിങ്ങനെ പോയി കാണുന്നത്. അപ്പൊ സാർ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞു, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഇതൊക്കെ ആണ്. അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്യു ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യുന്നുണ്ടോ എന്താന്ന് നോക്കിട്ട് പറയാം. അല്ല 1 minute ചെയ്യാം. എവിടെ ഒപ്പിട്ടിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഭയങ്കര സാർ പെർഫോം ചെയ്ത് കാണിക്കും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഓ പണിയെടുക്കണ്ട, സാർ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു. സാർ ചെയ്ത് കഴിഞ്ഞത് അല്ല ഇതെങ്ങനെ കുറച്ച് പാടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കും, ശ്വാസം എടുത്തു, ശ്വാസം വിട്ടു. ഏതൊരു BTS വീഡിയോയില് ഐ കൻ സീ ദാറ്റ് ധനുഷ് സർ എന്തോ പഠിപ്പിച്ച. അപ്പം യു ആർ വാച്ചിങ് ഹിം ലൈക്ക് ദിസ്. എന്താ ചില സാധനങ്ങൾ അപ്പൊ ഇത് നമ്മൾ വിചാരിക്കും ചുമ്മാ ചെയ്തതെന്ന്. അത് കണ്ടില്ലെങ്കിൽ ചോദിക്കും അങ്ങനെ ചോദിക്കും. അത് സാർ ചെയ്തത് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പൊ അപ്പൊ നമ്മളൊരു സാധനം വിചാരിക്കുന്നതിനൊക്കെ അടിപൊളിയാട്ടോ അത് ഭയങ്കര. അപ്പൊ അത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ കുഴപ്പമില്ലാണ്ട് ചെയ്തു. ശരിക്കും ഓരോ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അത് ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ചില ഡയറക്ടേഴ്സ് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇതാണ് വേണ്ടതെന്ന് പറയും. ചിലവർ പറയും, ഇപ്പൊ ഷെയ്ൻ അന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കുമ്പളങ്ങിയിൽ അങ്ങനെയൊന്നും പറയത്തേ ഇല്ല, ഇഷ്ടമുള്ളത് ചെയ്തോ, ആ ഒരു മൂഡ് സെറ്റ് ചെയ്യും എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. You worked with Lokesh Kanagaraj in Leo. വിജയനെ അച്ഛനും തൃശ്ശേനെ അമ്മയെന്നും വിളിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ ഫൈറ്റ് എങ്ങനെ അമ്മന്ന് വിളിച്ചു? ഞാൻ തന്നെ ചോദിച്ചു. ശരിക്കും ഞാൻ ചാച്ചിന്ന് വിളിച്ചോട്ടെ. അത് ഞാൻ പറയാം. ഞങ്ങൾ രണ്ടുപേരും ഒരു ഇവന്റിന് പോയി. ആ ടൈമിൽ ലിയോ ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയ ടൈം. അപ്പോ മാത്യു ഗസ്റ്റ് ആണ്, ഞാനുണ്ട്. അപ്പൊ ഞാൻ സ്പീച്ചിൽ പറയുന്നുണ്ട്, തൃശ്ശേനെ അമ്മയെന്ന് വിളിച്ച ആളാണ് ഇരിക്കുന്നത്. Tell us about Leo. How did it happen, man? ഞാൻ ഇവരെന്നെ ആദ്യം വിളിച്ചപ്പോ പറ്റി എടാ പ്രാങ്കല്ലേ അങ്ങനെ പറഞ്ഞില്ല. ശരിക്കും അവരൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചേ. അപ്പൊ ആ സമയത്ത് വിക്രം ഇറങ്ങി LC ഒക്കെ കത്തി നിക്കണ്. അടുത്ത സിനിമ വിജയന്റെ ഒപ്പം ഞാൻ മറ്റേ ലക്കൊക്കെ വേണം അവിടെ എത്തണമെങ്കിൽ എന്നൊക്കെ. ഞാൻ നോക്കിയപ്പോ ലിയോ ഞാൻ ആലോചിച്ചു ഏത് ലിയോ? അതെ, ഞാൻ ആലോചിച്ച് തിരിച്ചു വിളിച്ചപ്പോ കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചു ഇങ്ങനെ. അപ്പോഴേ പറഞ്ഞോ മോന്റെ ക്യാരക്ടർ? പറഞ്ഞു. അപ്പൊ ഞാൻ വിജയുടെ മോനാന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെ, അമ്മ ഞാൻ ശരിക്കും മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ശരിക്കും വിജയുടെ പോലെ ഉണ്ട് നിനക്ക്. അത് ഓക്കെ. പക്ഷെ തൃശ്ശേരി അമ്മ കുഴപ്പമില്ല. ലിയോ 2 വരണമെന്ന് അറിയും. അതില് 2ാം അമ്മയായിട്ട് ഞാൻ വരാം. ലോകേഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ മറ്റേ ഗോൾഡ് പല്ലൊക്കെ വെച്ചിട്ട് ആ മൂഡ് വേണ്ട, താല്പര്യമില്ല. ലിയോ 2 ഉണ്ടോടാ? അറിയാം നിനക്ക് അറിയാം. നീ കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു.
പറ ലിയോ 2യുടെ കാര്യങ്ങൾ പറ. ഇനി അത് വഴിയുടെ അടുത്ത ദിവസം പോകുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞ എക്സ്ക്ലൂസീവ് ഒക്കെ ആണല്ലോ, ഞാനിതൊക്കെ എപ്പോഴേ പറഞ്ഞാൽ അറിയാം. എന്തോ ഉണ്ട് ലോക്കി പറയണ്ട പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല. ലോകേഷ് മാമ വെള്ളം കുടിച്ചു. പറയല്ലേ ദൃശ്യത്തിലൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എല്ലാരും ഒന്നും അറിയണ്ട. എനിക്കൊന്നും അറിയാട്ടോ. അങ്ങനെ പറയൂ. അപ്പൊ ലോകേഷിന്റെ കൂടെ വിജയ് സാറിന്റെ കൂടെ അത് കൊറേ പേരുണ്ട് ഇതില്. ഗൗതം എന്താ ഇവിടെ നടക്കണേ? ഭയങ്കര സീനായിരുന്നു. ഞാൻ മറ്റേ എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഫസ്റ്റ് ഡേ വിജയ് സാറിനെ കണ്ട ആ മൊമെന്റും ആ ഫസ്റ്റ് സീനൊക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ലുക്ക് ടെസ്റ്റിന് എനിക്ക് ലുക്ക് ടെസ്റ്റ് അവര് ഷൂട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ വിജയ് സാറിന്റെ ഷൂട്ടൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇങ്ങനെ സാറിനെ കാണാന്ന് പറഞ്ഞ് കണ്ട്. അപ്പൊ ഇങ്ങനെ സാർ അപ്പൊ തന്നെ വന്ന് എനിക്ക് വന്ന് ക്രിസ്റ്റി ഇറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ മളയും ഉണ്ടല്ലോ, അപ്പൊ മളയും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ സാർ പടത്തിനെയൊക്കെ പറ്റി ചോദിക്കുന്നു. ഓ ഇത് എപ്പോഴാ റിലീസ്? ഇതെല്ലാം അറിയാം. അവര് ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ലോകേഷ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. മറ്റേ നിങ്ങൾ ഒരേപോലെ അല്ല സത്യം ഞാൻ വിചാരിച്ചു മാത്യു അധികം മിണ്ടാത്ത ക്യാരക്ടർ. സോറി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കുടിച്ച റെഡ് ബുൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ റെഡ് ബുൾ കുടിച്ചാ കുറച്ച് കുടിച്ചോ എന്നെ കൂടെ. അപ്പോ എന്നിട്ട് സെക്കൻഡ് ഡേ ഷൂട്ട് സെക്കൻഡ് ഡേ അല്ല, എനിക്ക് ഫസ്റ്റ് ഡേ ഷൂട്ട് കശ്മീരില്. നല്ല തണുപ്പ്. അതിനുശേഷം കസോള് പോയില്ലല്ലോ. ഞാൻ വിചാരിച്ച എന്താ ഉള്ളിലപ്പൊ തണുപ്പാണല്ലോ. ഇല്ല, അവിടെ നിങ്ങൾ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നവരാ, നിങ്ങൾ അതൊന്നും ഇടാൻ പാടില്ല. ഇതൊക്കെ കൊണ്ടുവരും കേട്ടോ, ഒരു ഹീറ്ററൊക്കെ അപ്പൊ തന്നെ കൊണ്ടുവരും. കത്തില്ല. അപ്പൊ ഫസ്റ്റ് സീൻ മറ്റേ വണ്ടി ഓടിച്ച്. അതെ എനിക്ക് ആ സമയത്ത് എന്തിന്റെ കേടായിരുന്നു? കാറിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? അച്ഛൻ പറഞ്ഞല്ലേ അവിടെ ഇരിക്കാൻ. ജാവലിൻ എറിയാൻ പോയതാണല്ലേ. എനിക്ക് അപ്പഴേ അറിയായിരുന്നു. ആ സിനിമ കണ്ടാ അറിയാം. അനുസരണയില്ലാത്തൊരു മോൻ കാറിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞു. കാറിന്ന് ഇറങ്ങി വായി നോക്കി നിൽക്കുന്നു. ആ പട്ടി വല്ല കടിച്ചിരുന്നെങ്കിലോ? ഹൈന അതുപോലെ ചിരിക്കണം നമ്മളിപ്പോ. ഇങ്ങനെയാണ് ഹൈന ചിരി. അപ്പൊ ആ കുന്തം വെച്ച് കൊല്ലാതെ ഹൈന. അതൊക്കെ എന്ത് CG ആയിരുന്നടാ. അത് ഒരാളാട്ടോ ആക്ച്വലി. ആണോ? ഹൈനയല്ല. അതെ ഞങ്ങള് അപ്പൊ ഇത് കലയെന്ന് പറഞ്ഞിട്ടൊരു കലയായിരുന്നു ഹൈന. യെസ്, കലയായിരുന്നു എന്റെ തമിഴില് കലയായിരുന്നു ഹൈന. പുള്ളി നൈറ്റ് റൈഡേഴ്സിലും ഉണ്ട് കേട്ടോ. വാട്ട് കോയിൻസിഡൻസ്. അങ്ങോട്ടേക്ക് നമുക്ക് വരാം. അതിന്റെ ബിൽഡപ്പാ. അപ്പോ പുള്ളി ഈ ബ്ലൂ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പുള്ളിയാണ് ഈ മറ്റേ സ്നോയിലും മുട്ടൊക്കെ. അല്ല കൊറേ ഡ്രസ് ഉണ്ടല്ലോ, അപ്പൊ ചൂടായിട്ടിരുന്ന പുള്ളിക്കൊരു മറ്റേ ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ മാറ്റ് അത്രേ ഉള്ളൂ. പുള്ളി എങ്ങനെയോ. പക്ഷെ യെസ്, കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായിരുന്നു ചോദിച്ചത്? എനിക്കറിയില്ല, ഞാനും മറന്നു. നീ ഇങ്ങനെ പൊയ്ക്കോ, ഞാൻ ഓർത്തെടുക്കട്ടെ. റിമൈൻഡ് അടിച്ചരാ. എനിക്ക് തോന്നി ഞാൻ ചോദിച്ചത് ആ ഫസ്റ്റ് സീൻ അഭിനയിക്കുമ്പോൾ ഒരു വികാരം. അപ്പൊ കാറില അത് തന്നെ അപ്പൊ ഞാനാ കാർ ഓടിക്കണ്ടേ, സോങ് കട്ട. അപ്പൊ സാർ അടുത്തിരുന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നവരെ ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും അറിയില്ല കാർ ഓടിക്കാൻ. മഞ്ഞൊക്കെ അത് കാറ്. അപ്പൊ ഞാൻ ഓടിച്ച് വന്നുള്ളൂ ആ സമയത്ത്. അപ്പൊ ലൈസൻസ് ഒക്കെ ഉണ്ട്. ലൈസൻസ് എടുത്തു. അതുകൊണ്ട് പിന്നെ കുറച്ചു കാലം എടുത്തു ഞാനൊന്ന് വണ്ടി സെറ്റ്. ഇപ്പൊ നല്ലോണം ഓടിക്കും. അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചു, ഇത് പുള്ളിനെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട് എല്ലാവരും എന്നെ കൊല്ലും. ഇത്ര വലിയൊരു പ്രോപ്പർട്ടി. അതെ, എന്തായിരിക്കും
എനിക്ക് നല്ല പേടിയായിരുന്നു. എന്തോ ഭാഗത്തിനൊന്നും കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ സീനൊക്കെ ചെയ്യുമ്പോ ചിരിക്കും കേട്ടോ. ഭയങ്കര എനിക്ക് ചിരി വരുമ്പോ സാറ് ചിരിക്കും, സാറ് ചിരിക്കും, ഞാൻ ചിരിക്കും. അപ്പൊ സാറ് നീ ചിരിക്കരുത്. അത് ലോകേഷ് ഒരു തവണ വന്നിട്ട് അല്ല വഴക്ക് പറഞ്ഞില്ല, നിങ്ങൾ ചിരിച്ചൊക്കെ കഴിയുമ്പോ ഞങ്ങള് എടുക്കാം. അതാണ് വഴക്ക്, അതെനിക്ക് മനസ്സിലായില്ല. അതായത് അൾട്ടിമേറ്റ് വഴക്ക്. അത് ഒറ്റക്കല്ലായിരുന്നു, അതുകൊണ്ട് നീ വിജയുടെ കൂടെ ചിരിച്ച് കഥ പറഞ്ഞിരുന്ന ആളാണ്. കഥയൊന്നും പറഞ്ഞില്ല, ചിരിയൊക്കെ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. തൃഷ മാമിനെ കുറിച്ച് പറയും. തൃഷ മാമിന്റെ അടുത്ത് ആദ്യം കണ്ടപ്പോ ഇങ്ങനെ, ആദ്യം കണ്ടിട്ടില്ല, രണ്ടാമത്തെ ദിവസമൊക്കെ പറഞ്ഞു എനിക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു മോനായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഹീറോയിൻ ലെവലിലാണ് ഞാൻ കണ്ടു. ഇനി ഇത് അതിനുള്ള സ്കോപ്പ് പോയി അമ്മ എന്ത് ചെയ്യും. അപ്പൊ ഞാനും പറഞ്ഞു അവരുടെ അടുത്ത് ഞാൻ മോനും അമ്മയും അഡോപ്റ്റഡ് മോനെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടൊക്കെ ഉണ്ടാവാന്ന്. പക്ഷെ അല്ല, അപ്പൊ പുള്ളിക്കാരി പറഞ്ഞില്ല. പിന്നെ അവർക്ക് ഇങ്ങനെ ഭയങ്കര റിസംബിൾസ് ഉള്ള ഒരാളെ വേണമായിരുന്നു വിജയായിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനൊന്നാ വിജയ് പോയി. അതുകൊണ്ടാ നിനക്ക് ഇനിയും വിളിക്കട്ടെ. ഇനി നമുക്ക് നൈറ്റ് റൈഡേഴ്സിലേക്ക് വരാം. ഓക്കെ, മാത്യുയുടെ അടുത്ത പടം ദാറ്റ്സ് ഗോയിങ് ടു റിലീസ് നൗ. ഈ സിനിമയെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ള, നൈറ്റ് റൈഡേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു ബൈക്ക് റൈഡേഴ്സിന്റെ സിനിമയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ശ്രീനി എന്നെ വിളിക്കാറുന്നില്ല, ഞാൻ എന്റെ ബൈക്കോട് വെറുതെ ഞാൻ പറയാ പൊടി പിടിച്ച് കിടക്കണം, വെറുതെ 2 റൗണ്ടൊക്കെ അടിച്ച് കാണിച്ചു തരാം. ഡെയിലി എനിക്കറിയില്ല, പക്ഷെ പെട്രോൾ തീർക്കാൻ എനിക്കറിയാം. ചുമ്മാ പിന്നെയാണ് അറിഞ്ഞത് ഇതൊരു ഹൊറർ കോമഡിയാണ്. എങ്ങനെയത് ഹൊറർ കോമഡി ആയത്? അത് സത്യം പറഞ്ഞാൽ നമ്മള് കോമഡി എന്ന് പറഞ്ഞ് ചെയ്തൊക്കെ കുറച്ച് ഹൊററായി, ഹൊറർ ചെയ്തൊക്കെ കോമഡി ആയപ്പോ ഈ ജോക്കിനൊക്കെ വിജയ് ചിരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജോക്കിൽ ഞാൻ പോലും ചിരിക്കാം. എടാ റെഡ് ബുൾ ശരിക്കും മിക്സ് എടാ നന്നായിട്ടുണ്ട്. അപ്പം ഇതൊരു ഹൊറർ കോമഡിയാ. ഈ ട്രെയിലറില് ഒരു കുതിരയുടെ കാലൊക്കെ കാണിക്കുന്നു. ആരാണത്? എന്തായാലും ഇത് ഭയങ്കര ഹൊറർ. എനിക്ക് സത്യം പറയാം, എനിക്ക് ഭയങ്കര ഹൊറർ, എനിക്ക് പേടിയാടാ. ഇല്ല എനിക്ക് ഹൊറർ കാണാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഭൂതാലൊക്കെ ഇല്ലേ, അത് മറ്റേ ഞാൻ പിന്നെ ജനലൊക്കെ തുറന്ന് വെളിച്ചത്തിലിരുന്ന് കാണാൻ വെയിലത്തിരുന്നാണ് ഞാൻ ഹൊറർ കാണാൻ. എനിക്ക് പറ്റില്ല. ഇരുട്ടത്തപ്പ എന്തെയും പേടിക്കുക. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അല്ല നമ്മള് ഹൊറർ കാണിക്കുമ്പോ നിങ്ങൾ ചിരിക്കാനാണ് കൂടുതൽ ചാൻസ്. അത് നമ്മൾ അതാ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരും സീരിയസ് ആയിട്ട് പേടിക്കണ്ട. പിന്നെ കുറച്ചും കൂടെ അങ്ങനെ ഒരു പ്രേതം വന്ന് പേടിപ്പിക്കലല്ല, ഒരു ഉണ്ടാവാം, അത് എന്തായാലും ചിരിപ്പിക്കും ഉറപ്പായിട്ടും. പ്രേതം വരുമ്പോ നമ്മൾ ചിരിക്കുന്ന, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പേടിക്കും, അത് കൊള്ളാം. പ്രേതം വരുമ്പോ നീ പേടിക്കും, അവ കാണുമ്പോ ഞങ്ങൾ ചിരിക്കും. അങ്ങനെയാണ്. പിന്നുള്ളതൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ ഒരു ത്രിൽ, ഒരു മിസ്റ്റീരിയസ്, അത്രയൊക്കെ ഉള്ളൂ. നമ്മളല്ലാണ്ട് എന്ന് പറഞ്ഞ് അല്ല കാര്യമായിട്ട് അങ്ങനത്തെ ഇല്ല. 22 കറക്റ്റ് ബിഹേവിയറാ. 22 പാവടാ കൊച്ചു, നല്ലൊരു കൈഡ് കൊടുത്തേ. 22 വയസ്സില് മമ്മൂക്ക, വിജയ്, ധനുഷ്, പിന്നെ നമ്മുടെ ടോപ്പ് ആൾ. ഓട്ടോഗ്രാഫ് പിന്നെ തരാം. അല്ല ഞാൻ ആക്ച്വലി എനിക്ക് എന്റെ വില അറിയില്ല, അതുകൊണ്ട്. അല്ല ഞാൻ ചെറുതായിരുന്നപ്പോ ഡീഫോ ഡാൻസിൻ കാണുമായിരുന്നു. നീ അന്ന് LKG. 5 നല്ല വാർദ്ധക്യത്തിലാ, കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര ഫേവറേറ്റ് D2, ഗമോൺ D2 ഒരു ആത്മാർത്ഥത കുറവുള്ള. ഇല്ലില്ല, ഞാൻ എന്താ നൊസ്റ്റാൾജിയ അല്ല അങ്ങനെയല്ല. പണ്ട് ഞാൻ ചെമ്മീൻ കണ്ടിരുന്നു എന്നൊക്കെ പറയണല്ലേ, പണ്ട് പേടിയിട്ട്. അല്ല എനിക്ക് ഡിഫോ ഡാൻസ് ഭയങ്കര. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഒരു ദിവസം വേറൊരു ഫ്രണ്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂർ ഇതിനെപ്പറ്റി മാത്രം സംസാരിച്ചേക്കുന്നത്. അത് ഓർമ്മയുണ്ടോ, ഇത് ഓർമ്മയുണ്ടോ, ഇങ്ങനെ വന്ന് അവർ വന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്.
D3 വരെ കണ്ടു. 4K ആയപ്പോഴത്തേക്കും ആക്ച്വലി താങ്ക് യു സോ മച്ച്. എനിക്ക് സന്തോഷമായി അതിലൊരു അതിൽ. ഇല്ല ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ 1 മണിക്കൂർ ഡിസ്കസ് ചെയ്തു അതിലാണ്. അതപ്പോ ശരിക്കും ഇഷ്ടം. അല്ലല്ല ആക്ച്വലി ശരി. അപ്പൊ മമ്മൂട്ടി, പേടി, പിന്നെ പറയൂ. ഈ നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ച് ഇപ്പൊ ഒരു ഹൊറർ കോമഡി ആണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. DOP അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ ലൈക്ക് ദ ക്യാമറ വർക്ക്, ഇതിന്റെ സൗണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫീൽ കിട്ടി ഇതിന്റെ വിഷ്വൽസ് ഒക്കെ. ടെൽ us about the crew behind it. ഡയറക്ടർ നൗഫൽ അബ്ദുള്ള, എഡിറ്റർ ആണ്. ഫസ്റ്റ് മൂവി. ഫസ്റ്റ് മൂവി. പക്ഷെ പുള്ളി സുധാനി ഫ്രം നൈജീരിയ, അനുരാഗ് കരിക്കുംവെള്ളം, നെയ്മർ, കപ്പേള, കുറെ നല്ല പടങ്ങളുടെ എഡിറ്റർ, കുറെ പടങ്ങളുടെ എഡിറ്റർ. അപ്പൊ പുള്ളി ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര ഇവിടുത്തെ എഡിറ്റേഴ്സിനൊക്കെ ഒരു നല്ല കൈഡി കൊടുക്കും. കണ്ട എഡിറ്റേഴ്സ് കണ്ട ഡയറക്ടർ ആണെന്ന് കണ്ട നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ അവനിപ്പോ അല്ല. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്ച്വലി കുറച്ച് എഡിറ്റേഴ്സ്. അപ്പൊ ചമൻ തോമസ് എന്ന് പറഞ്ഞ സംഗീതേട്ടൻ. ചമൻ തോമസ് ആണോ ചമൻ ചാക്കോ, തോമസ്, പിന്നെ സംഗീതേട്ടൻ. സംഗീതേട്ടൻ അമൽ ഡേവിസ്. സംഗീതേട്ടനും എഡിറ്റർ. അപ്പൊ എനിക്കിവരും അപ്പൊ ഞാൻ ഭയങ്കര ക്ലോസ്. അപ്പൊ എനിക്കറിയാം എഡിറ്റേഴ്സ് എന്ത് ഭയങ്കര നമ്മുടെ പെർഫോമൻസ് നന്നാക്കുന്ന എഡിറ്റേഴ്സ് ഒരു പടത്തിന്റെ ബാക്ക് ബോൺ ഭയങ്കര അടിപൊളി വർക്ക്. അപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ചമനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നൗഫലിക്ക വരുമ്പോ എനിക്ക് അറിയായിരുന്നു ഉറപ്പായിട്ടും ടെക്നിക്കലി ഭയങ്കര അടിപൊളിയായിരിക്കും, ഒന്നും നോക്കണ്ട. ആ പുള്ളി ഭയങ്കരമായിട്ട് അത് എൻഷുർ ചെയ്തു. ക്യാമറ ചെയ്തേക്കുന്ന അഭിലാഷ് ശങ്കർ. എനിക്ക് നമിച്ചേണ്ട ഒരു തേർഡ് ഫിലിം കെട്ടിയോളൊക്കെ ചെയ്തത്, കെട്ടിയോളാനന്ദ മാലൊക്കെ ചെയ്ത ഭയങ്കര രസമാട്ടോ പുള്ളി. ഭയങ്കര നമുക്ക് ഭയങ്കര ഈസി ടു വർക്ക്. ആ സമയം എടുത്തോ കുഴപ്പമൊന്നുമില്ല, ഓക്കെ വാ വരുമ്പോ മതി. പുള്ളിയും അങ്ങനെ നമ്മുടെ ഒപ്പം. കോസ്റ്റ്യൂം ചെയ്യുന്ന മെൽവി ജെ, മേക്കപ്പ് റോണക് സേട്ടൻ, ആർട്ട് ചെയ്തേക്കുന്ന നൗഷാദ് അലി. നൗഷാദ് അലി അല്ല, നൗഷാദ് റോഷൻ ഉണ്ട്. റോഷൻ ഷാനവാസ് ആവേശത്തിലൊക്കെ ഉണ്ടായിരുന്നു. ശരത് സഭ ഉണ്ട്. അപ്പൊ ഞങ്ങള് 4 പേര്, മീനാക്ഷി. അപ്പൊ ഞങ്ങള് മോസ്റ്റ്ലി ഒരുമിച്ച് ഭയങ്കര രസമാണ്. സഭ ഭയങ്കര എല്ലാം പ്രോപ്പറായിട്ട് ഇങ്ങനെ നോക്കി. ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെയാ. അപ്പൊ ഭയങ്കര പ്രോസസ് ഇൻവോൾവ്. ഇത് മനസ്സിലാക്കി എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ചുമ്മാ ഒരു ഇത് ചെയ്യാനാണെങ്കിലും ഇത് എന്തിനാണ് ഈ ക്യാരക്ടർ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ആളാണ്. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സഭ ചെയ്യില്ല, ക്ലാരിറ്റി വേണം. പക്ഷെ ചെയ്യുന്ന സാധനം ഭയങ്കര അടിപൊളിയാണ്. റോഷൻ നേരെ തിരിച്ച് ഭയങ്കര ഫ്രീ ഫ്ലോയില് കൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ സീൻ എന്ന് ചോദിക്കുന്നു. അത്രയും എല്ലാവരും മുമ്പ് എന്താ സീൻ ചോദിച്ചാൽ നൗഫലൊക്കെ പറയും പൊക്കോ. എന്തായിരുന്നു സീൻ? നൗഫലിക്ക മറ്റേ ഇത് ഫിൽറ്റർ ഒന്നും ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വെക്കണേ എന്നാ അനങ്ങിച്ച് മറ്റേ ഷാഷിക്ക പറയുന്ന പോലെ വേറൊരു റോഷനെ എന്നാ കൊറേ നേരം ആയല്ലോ വീട്ടിൽ പോണം. അല്ല നമുക്ക് സ്പേസും തരും. അറ്റ് ദ സെയിം ടൈം എന്താ കംഫർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മള്. എന്തായാലും ഇതെല്ലാം നമുക്ക് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയല്ലേ? അതിന്റെ സൗണ്ടും എഫക്ട്സും ശരിക്കും അല്ലേ? ഇത് ആർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ? എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ. ഫുൾ ഫാമിലി ആയിട്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ പേടിയാവോ? ലുലുവിന് പേടിയാവോ? ഇല്ല, ഫൺ പേടിയാണ്, കുഴപ്പമില്ല. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഫണ്ണായിട്ടുള്ള പേടി അതില്ല. ഇല്ല, അമ്മമാരുടെ കൂടെ കുട്ടികൾ പോയാൽ ഓക്കെയാണ്. അതെ, അപ്പൊ പേടിക്കുമ്പോ നമ്മളുടെ അടുത്ത് വരും. നല്ല ക്വസ്റ്റ്യൻ, ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യണം. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. നമുക്ക് മാത്യുയുടെ കുറച്ച് ഫാൻസിനോട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. സോ ഐ വാണ്ട് യു ടു വാച്ച് ദാറ്റ്. മാത്യു ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ക്യാരക്ടറാണ്. കേരളത്തിന് പുറത്തും ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. എന്റെ നാടിനെ കറക്റ്റായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയുള്ള ബോയ്സിന്റെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ലോണം ആ പടത്തിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് തോന്നി. ആ ഒരു ഗ്രാഫ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ പടമായ നൈറ്റ് റൈഡേഴ്സിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്യുവിന്റെ തണ്ണീർമത്തൻ തൊട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കണതാണ്. നല്ലൊരു ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത്. തണ്ണീർമത്തൻ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് മൂവി എന്ന് പറയുന്നത് ലിയോ ആണ്.
ലിയോയിൽ വിജയുടെ ഒപ്പം കണ്ടപ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ട് പോലെ തോന്നി. വിജയുടെ കൂടെ ഒക്കെ അഭിനയിച്ചു. ഭയങ്കര വലിയൊരു ഗ്രോത്ത് ആയിരുന്നു. നാച്ചുറൽ ആക്ടിങ് ആണ്. മാത്യുവിന്റെ ഒരു ഫാനാണ് ആക്ച്വലി. ഏറ്റവും കൂടുതൽ പുള്ളി നെസ്ലിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ നൈസ് ആണ്. ഐ തിങ്ക് ആ ഒരു കോമ്പിനേഷൻ മുമ്പോട്ട് കൊണ്ടുപോവാണെങ്കിൽ അടിപൊളിയായിരിക്കും. മാത്യുവിനെ ശ്രദ്ധിക്കുന്നത് തന്നെ കുട്ടികൾ പറഞ്ഞിട്ടാണ്. ജെൻസി പിള്ളേർ ഒരു ക്രേസ് ആണല്ലോ മാത്യു. ഓ അതെന്താ നമ്മുടെ എല്ലാവരും ബെസ്റ്റ് വിഷസ് മാത്യു. താങ്ക് യു. ജെൻസി പിള്ളേരുടെ ഒരു ക്രേസ് ആണല്ലോ മാത്യു എന്നൊക്കെ ഒരു ആള് പറഞ്ഞു. അത് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആണ് അല്ലേ? ജെൻസിനെ പറ്റി ചോദിക്കില്ല, എനിക്കറിയില്ല. സ്കിബിഡി എന്ന് വെച്ചാൽ എന്താ? സ്കിബിഡി എന്ന് പറഞ്ഞാൽ നല്ലതാന്ന് എനിക്കറിയാം. നല്ലതാണോ? അല്ലേ? അല്ല അല്ല, എനിക്കറിയില്ല. അല്ല, സ്കിബിഡി നല്ലതല്ലേ? സ്കിബിഡി എന്ന് വെച്ചാൽ ഇറ്റ്സ് സോ സ്കിബിഡി. സോ സ്കിബിഡി അങ്ങനെ എക്സ്പ്രഷനിലെ കാര്യം എനിക്കറിയില്ല. അറിയാത്തൊരു സ്കിബിഡി എന്ന് പറയുക ഒരു ടോയ്ലറ്റിനകത്തുനിന്ന് തല വരുന്നത്. അതല്ല, പക്ഷെ അത് നല്ല രീതിയിൽ. അത് നല്ലതാണോ ടോയ്ലറ്റിൽ? അല്ലല്ല, അതല്ല, പക്ഷെ അത് നല്ല രീതിയിലൊക്കെ എനിക്കറിയില്ല, എനിക്ക് സത്യം അറിയില്ല. എനിക്കറിയില്ല. ഡ്രിപ്പ് എന്ന് വെച്ചാൽ എന്താ? ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ I love your drip. I love how's my drip? Your drip is dripping. അതെനിക്കറിയാം. പിന്നെന്താ? പൂക്കി. Am I a പൂക്കി? Yes. പിന്നെന്താ? ക്യാപ്പ്. Just I love the vibes. പണ്ട് വൈബൊക്കെ തള്ള വൈബ്. ഞാനല്ല കേട്ടോ, ശ്രീനി പറയുന്നത് തള്ള വൈബ്. പോടാ. Okay, so tell me, Skibidi. Okay, so ഇനി ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് 2 പേരുടെ ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ബോറോ ചെയ്യണം. ഒന്ന്, തണ്ണീർമത്തൻ ദിനങ്ങൾ. See, that's again a movie which proved you as an actor. ആൾക്കാരുടെ മനസ്സിൽ മാത്യു ശരിക്കും കയറിയ ഒരു ക്യാരക്ടറാണ്. അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? How was the experience doing that movie? കുമ്പളങ്ങി ഇറങ്ങി ആക്ച്വലി തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവര് ഇങ്ങനെ വിളിക്കുന്നത്. എനിക്കൊന്നും അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ക്യാരക്ടറിന് പറ്റിയ ഒരാള് ഒരു സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എങ്കിൽ നല്ല ആ ഒരു ഇതിൽ നോക്കിയത്. അപ്പൊ അങ്ങനെയാണ് എന്നെ വിളിച്ച് ഞാൻ പോയി ഓഡിഷൻ ചെയ്യുന്നത്. അപ്പൊ ഷെബിനിക്ക വിളിക്കുന്നത്. ഷെബിനിക്ക പറഞ്ഞു ഇങ്ങനെ ജോമോനും ഞാനും ഒക്കെ ചേർന്ന് ഷമീർക്കൊക്കെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിലിം മാത്യു ഒന്ന് വരും, അപ്പൊ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കാനാ. അപ്പൊ അങ്ങനെ ഗിരീഷ് ഏട്ടനെ കാണുന്നത്. ഗിരീഷ് ഏട്ടൻ, ഡിനോയ് ചേട്ടൻ റൈറ്റർ, നെസ്ലിൻ, വൈശാഖ്, ഹോൾ ടീം എല്ലാരും അവിടെ വെച്ചാ കാണുന്നത്. നസ്ലിൻ അപ്പോഴാണ് ഫസ്റ്റ് മൂവി തണ്ണീർമത്തനിൽ വെച്ചിട്ട്. പിന്നെ എനിക്ക് ഒന്ന് പെട്ടെന്നായിരുന്നു എല്ലാം. ഓഡിഷൻ ചെയ്തു, ഓക്കെ, ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഷൂട്ട്. അപ്പൊ ഫുൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഞങ്ങള് നിന്നൊക്കെ ഒരുമിച്ച്. ആക്ച്വലി ഒരു 35 days ഓഫ് ഷൂട്ട് ഉണ്ടായിരുന്നു. താമസവും ഫുഡും. അപ്പൊ എനിക്ക് മോസ്റ്റ് ഓഫ് ദി ഡേ ഷൂട്ട് ഉണ്ട്. ഇപ്പൊ നെസ്ലിന് ഇല്ലെങ്കിൽ അവൻ വരും. ഞങ്ങൾ മൈസൂരൊക്കെ പോയപ്പോ നെസ്ലൊന്നുമില്ല, അവര് എല്ലാരും വന്നു. എല്ലാരും വന്നു. ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. മറ്റേ സ്കൂളില് മറ്റേ രാവിലെ സ്കൂളിൽ പോകുന്നു, വരുന്നു, തിരിച്ച് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഭയങ്കര രസം. ഗിരീഷ് ഏട്ടനും ഭയങ്കര അടിപൊളിയാ. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലടാ, ഇങ്ങനെയാണ്, ഇതാണ് പരിപാടി, ഇതൊക്കെ വേണം, ഇങ്ങനെയൊക്കെയാണ് ചെയ്തു നോക്കാം, നമുക്ക് നോക്കാം എന്നുള്ള. എനിക്ക് തോന്നുന്നു മാത്യുവിന് പൊതുവെ അങ്ങനത്തെ സിനിമകളാണ് വർക്ക് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഈ ഭയങ്കര നാച്ചുറൽ, ഭയങ്കര കാഷ്വൽ, ഭയങ്കര റിയൽ ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ്. ഞാൻ കുമ്പളങ്ങിയിൽ നിന്ന് വന്നോണ്ടാ, കാരണം അവരും അതാണ് പ്രതീക്ഷിച്ചത്. ഇതൊക്കെ അവരുടെ ട്രെയിനിങ് ഒക്കെ അതായിരിക്കാം. എങ്ങനെ നമ്മള് ഒന്നും കൂടുതൽ ചെയ്യേണ്ട, നോർമലായിട്ട് അങ്ങ് ബിഹേവ് ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം അതായിരിക്കാം. ആക്ടിങ് ഇസ് റിയാക്ടിങ് ആൻഡ് ബിഹേവിംഗ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നസ്ലിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും. ബിക്കോസ് ഇപ്പം ഇൻഡസ്ട്രിയിൽ നല്ല ഫ്രണ്ട്സിനെ കിട്ടാന്ന് വെച്ചാൽ ഒരു ലക്കാണ് ശരിക്കും. എല്ലാവർക്കും അങ്ങനെ കിട്ടിയെന്ന് വരില്ല, പക്ഷെ നല്ല ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയിൽ കിട്ടുക, ആൻഡ് ദാറ്റ് ടു സിമിലർ ഏജ് ഗ്രൂപ്പ്, ആൻഡ് ഒരുമിച്ച് തുടങ്ങുക കരിയർ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. സോ ടെൽ us about your friendship with നസ്ലിൻ. അതെനിക്ക് എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല. എനിക്ക് തണ്ണീർമത്തൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ജോവാൻജോ, പിന്നെ പ്രേമലു, 18+, 5 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് ഒരുമിച്ചാന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. പക്ഷെ ഭയങ്കര രസമാണ്. എൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടബിൾ. ഒന്നും പറയാം, എന്ത് വേണമെങ്കിലും പറയാം, അവരും എന്തുകൊണ്ടും പറയും. ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ. എന്താ ബോധേഡല്ല നമ്മള്, അവനെന്ത് വിചാരിക്കും,
ഞാനിങ്ങനെ ചെയ്ത് അവൻ ഇങ്ങനെ അതൊന്നുമില്ല, എന്തെങ്കിലും വിചാരിച്ചോട്ടെ എനിക്കെന്താ എന്നുള്ള അവനൊരു മൂടാണ്. എനിക്ക് തോന്നുന്നത് നെയ്മറൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ മറ്റേ ഞങ്ങളുടെ ക്യാരവൻ ചെറുതാ, അപ്പൊ ഇത്ര ഉള്ളു ബെഡ്, അപ്പൊ ഞാനൊരു സൈഡിട്ട് കാല് വെക്കും, ഇങ്ങനെയൊക്കെ അവൻ അജിത്തേട്ടൻ. ഇപ്പൊ ഞങ്ങള് ജിം പോകുന്നത് അവനാണ് ആക്ച്വലി അജിത്തേട്ടൻ്റെ അടുത്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി അവിടെ അടുത്തടുത്ത് ഓൾമോസ്റ്റ് വീടും. അവൻ നിൽക്കുന്നത് പേട്ടല, ഞാൻ തിരുവനന്തപുരം, ഭയങ്കര അടുത്ത. ഭയങ്കര എന്താ അങ്ങനെ എപ്പോഴും വിളിക്കുന്നവരും അല്ല കേട്ടോ, ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചിട്ട് എവിടെയാണോ അങ്ങനെ. അതോ ഭയങ്കര രസമാണ്. ഫസ്റ്റ് ഫോൺ എടുത്താൽ തന്നെ എന്തെങ്കിലുമൊക്കെ മറ്റേ പറഞ്ഞിട്ട് കുറച്ച് എന്താ തെറിയുന്നല്ല, എന്നിട്ടാണ് പിന്നെ നമ്മൾ ചോദിക്കുള്ളൂ. അങ്ങനെ പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് to have a friend like that. Definitely. അവൻ ഇങ്ങനെ നൈറ്റ് റൈഡേഴ്സ് ഭയങ്കര എക്സൈറ്റഡ് ആക്ച്വലി. മാത്യു, യു സ്റ്റാർട്ടഡ് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് പെട്ടെന്ന് സിനിമയിലേക്ക് വരുന്നത്. സോ ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് ഈ പോളിഷ് ചെയ്തെടുക്കാനും ഇത് കുറച്ചൊക്കെ എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ട് ഡിഡ് യു ഡു സംതിങ്, ഓർ ഈ സിനിമകളാണോ മാത്യുയുടെ സ്കൂൾ ഫോർ ലേണിംഗ് ആക്ടിംഗ്? ഫസ്റ്റ് കുമ്പളങ്ങി ചെയ്യുമ്പോൾ അവരെനിക്കൊരു 6 months ഫുള്ള്, more than 6 months അവരുടെ ഒപ്പം. അപ്പോൾ അതിൽ ആദ്യം വന്നിട്ട് വഞ്ചി തുഴയാൻ പഠിച്ചു, ക്യാരക്ടറിന് വേണ്ടിയിട്ട് പല കുക്ക് ചെയ്യാൻ പഠിച്ചു. ഞാൻ തന്നെ ഒരു മീനെ പിടിച്ച് ഞാൻ തന്നെ അതിനെ കറി വെച്ച് ഫുട്ബോൾ പഠിച്ചു, നീന്താൻ പഠിച്ചു. പക്ഷെ ഞാൻ പഠിച്ചില്ല, ഇപ്പോഴും മാറിയിട്ടില്ല. സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ ഒക്കെ നീന്താം, സ്വിമ്മിംഗ് പൂളും അല്ല എനിക്ക് മറ്റേ ചവിട്ടാൻ പറ്റണം, അല്ലാണ്ട് മറ്റേ കാല് കുത്താൻ പറ്റില്ല. എനിക്ക് നീന്താൻ അറിയില്ല, തവള നീന്തണുള്ള മുങ്ങാണ്ട് കിടക്കും. സെയിം മുങ്ങിയൊക്കെ പോയിട്ടുണ്ട് ഞാൻ കുമ്പളങ്ങിയിലൊരു. പിന്നെ പറഞ്ഞ പോലെ കുറച്ച് വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആദിശക്തി എന്ന് പറഞ്ഞിട്ട് പോണ്ടിച്ചേരി. അപ്പൊ അവിടെ നിമി ചേച്ചി മീനായിട്ടും ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആദിശക്തി. ഞാൻ ശ്രീനിയടുത്ത് പറയും, ശ്രീനി ഇത് എന്തിനാ പോകുന്നത്? അപ്പൊ ഞാൻ പറയും ചുമ്മാ ആക്ടിങ് പഠിക്കാനല്ല, സെൽഫ് എക്സ്പ്ലോറേഷനും കൂടിയാണ്. ആക്ടേഴ്സ് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും പോയി ചെയ്യാവുന്ന ഒരു 10 day വർക്ക്ഷോപ്പ്. ഭയങ്കര രസമാണ്, നല്ല സ്പേസാ, നല്ല ആൾക്കാരാ, ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്ത് ചിലത് പാളുമ്പോ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് പാളി, ഇനി അത് ചെയ്യണ്ട, അത് ഇങ്ങനെയൊക്കെ ചെയ്യണം. യു ജസ്റ്റ് സ്റ്റാർട്ടഡ് യുവർ കരിയർ മാത്യു. ഇപ്പം അറ്റ് ദി ഏജ് ഓഫ് 22 ശരിക്കും ഒരാള് കോളേജൊക്കെ കഴിഞ്ഞ് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ മാത്യു ചൂസ് ചെയ്ത കരിയറിൽ മാത്യു ഓൾറെഡി ഒരു നല്ല നെയിമിൽ നല്ലൊരു അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. സോ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദിസ് യങ് മാൻ who's proved himself so well, you know, and our potential already Matthew undu, and I think we are so proud to see you ingane, you know, very കാര്യം എനിക്ക് ചോദിക്കാനുള്ള, young age when you get success, okay, you will get lot of opportunities. കുറേ വിളികൾ വരും, നല്ല സ്ക്രിപ്റ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ ഓക്കെ സ്ക്രിപ്റ്റ്സ് ആയിരിക്കും. പക്ഷെ ആരാണ് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഡു യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ, അത് അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ചോദിക്കുകയോ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരു മെന്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണത്? മെന്ററായിട്ട് ഇല്ല എനിക്ക്. അല്ല എന്താന്ന് വെച്ചപ്പോൾ എനിക്ക് വെറുതെ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ ഡേ ടു ഡേ എല്ലാവരും ഓരോ തിരക്കിലാണല്ലോ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഷാമേട്ടന് അല്ലെങ്കിൽ എല്ലാവരെയും വിളിക്കാം, വെറുതെ അവരെ വിളിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു ശരിയല്ലല്ലോ. അല്ല ഇല്ലല്ല, എനിക്കതെന്തോ അപ്പൊ അല്ല കൂടുതലും ഞാൻ തന്നെ തീരുമാനിക്കുന്ന. അച്ഛൻ എഞ്ചിനീയറാ, അമ്മ മാത്സ് ടീച്ചറാണ്. അതെനിക്ക് മനസ്സിലായി. അച്ഛൻ എങ്ങനെയാണ്? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? സിനിമ ചെയ്യണമെന്ന് പറയുമ്പോ അച്ഛന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഇവര് ആക്ച്വലി ആദ്യം ആക്ച്വലി കുമ്പളങ്ങിയുടെ ഷൂട്ട് വെക്കേഷൻ സമയത്തായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അപ്പൊ അവര് വിചാരിച്ചു ഓക്കെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലും പോയി ചെയ്തോട്ടെ എന്നുള്ള. പക്ഷെ അത് അവർക്ക് തെറ്റി. ഇത് കറക്റ്റ് സ്കൂളിന്റെ സമയത്ത് വന്നു. അപ്പൊ അവര് വിചാരിച്ചു ഒരു പടത്തിൽ കഴിക്കും, അത് വീണ്ടും തെറ്റി. രണ്ടാമത്തെ പടം അവർക്ക്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ എല്ലാം ശരി, ഓക്കെ ഓക്കെ കോളേജിൽ പോണം. അപ്പൊ അമ്മ ഞാൻ ഓർത്തില്ല. അമ്മ ഞാൻ ഇങ്ങനെ കോളേജ് ചേർന്നു, കോവിഡ് ആയിരുന്നപ്പോ ഓൺലൈൻ ആയിരുന്നു, അപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല.
ഇത് ആക്ച്വൽ ക്ലാസ് ടൈപ്പ് എനിക്ക് മനസ്സിലായി ഇത് നടപടിയാവില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു. അപ്പൊ ഞാനടുത്ത് അമ്മ മിക്കവാറും എടുത്ത് എറിയുന്നൊക്കെ അല്ല. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് മനസ്സിലായി നടക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര എനിക്ക് ഇതായിരുന്നു. ഒരു സപ്പോർട്ട്. സോ ഫാമിലിന്ന് ഭയങ്കര ആക്ച്വലി ദേ വർ വെരി സ്വീറ്റ് ആൻഡ് സപ്പോർട്ടീവ്. ആൻഡ് മാത്യുയുടെ ഡ്രീം എന്താന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് ഐ തിങ്ക് ദേ ഓൾസോ സോ യുവർ കാലിബർ പൊട്ടൻഷ്യൽ ഒക്കെ കണ്ടു കാണും. ഭയങ്കര ഹാപ്പി. എന്താ ഇപ്പൊ എന്താ വെച്ചാല് എന്തെങ്കിലും ഇപ്പൊ ട്രോൾ വീഡിയോസ് ഒക്കെ വന്നാലൊന്നും അവര് കാണുമല്ലോ, പക്ഷെ എന്റെ അടുത്ത് പറയുന്നില്ല. അവര് ഭയങ്കര എപ്പോഴും ചോദിക്കുന്നത് ഓക്കെ അല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ പക്ഷെ കൂടുതൽ പറയുന്നില്ല, വെറുതെ എന്തിനാ. സെറ്റിട്ട് ഒരാളെ വിളിച്ചു കുമ്പളങ്ങിയുടെ സിംഗ് സൗണ്ട് ആയിരുന്നു. പിന്നെ അവര് വന്നിട്ടുമില്ല, മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം സെറ്റിൽ വരില്ലേ, അപ്പൊ യു ഗോ അലോൺ. അച്ഛോ ഇല്ലില്ല, എനിക്കതാ വെറുതെ അവര് അല്ല അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അഭിനയിക്കുമ്പോ റൊമാൻറ്റിക് സീനൊക്കെ അഭിനയിക്കും. അതെ അതെ ഭയങ്കര ചെയ്യും. അല്ലേ തന്നെ 100 പേര്. അത് കറക്റ്റ് ആട്ടോ. അച്ഛനമ്മ അത് കുറച്ച് പാടല്ലേ അമ്മ അച്ഛനും തമ്മിൽ അഭിനയിക്കാൻ. എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ട് വിളിപ്പിച്ചില്ല. ഹു ഈസ് എ മെന്റോർ? ആരുമില്ല, സ്വയം ഡിസിഷൻ എടുക്കും. അപ്പൊ പാളുമ്പോ മനസ്സിലാവും അങ്ങനെ ചെയ്യരുത്. ട്രയൽ ആൻഡ് എറർ. അതെ ട്രയൽ ആൻഡ് എറർ. അതാണ് നടക്കുള്ളൂ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും കുറെ, ഇത് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് പ്ലാൻ ഇത് ഇങ്ങനെ അങ്ങനെയൊക്കെ. പക്ഷെ ഐ തിങ്ക് യുവർ ഗ്രാഫ് ഇസ് ഗോയിങ് കറക്റ്റ്. അപ്പൊ ഈ ഓഡിയൻസിന്റെ ഇതിൽ ഒരാൾ പറഞ്ഞില്ലേ കറക്റ്റ് ഗ്രാഫാ, ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. അത് കറക്റ്റ് ആണ്. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അത് അറിയണ്ടോ ടച്ച് വുഡ്, ഇറ്റ്സ് ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് എല്ലാം നല്ല രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്യു, യു ആർ എ വെരി യങ് ഗൈ. ഓക്കെ, ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി വരുന്ന ഒരു ഏജിൽ യു ആർ എക്സ്പോസ് ടു എ ഹ്യൂജ് നമ്പർ, കുറേ ആൾക്കാരിലേക്ക് യു ആർ ബീങ് എക്സ്പോസ്ഡ് ഒരു ആക്ടർ എന്ന നിലയിൽ. അതും തമിഴ് ഓഡിയൻസിലും മലയാളി ഓഡിയൻസിലും ഈക്വൽ ആയിട്ട് ഇപ്പം നിൽക്കുകയാണ്. ബിക്കോസ് യു ഡിഡ് 2 ബിഗ് മൂവീസ്. അത് 2 ഫിലിംസ് വലിയ മൂവീസ് ആണ് ചെയ്തിരിക്കുന്നത്. അതും ഏറ്റവും ഹിറ്റ് സിനിമകളാണ് തമിഴിൽ. അപ്പം യു ഹാവ് എ വൈഡർ റേഞ്ച് ഓഫ് ഓഡിയൻസ്. അപ്പം ഈ സമയത്തൊക്കെ ദർ ഇസ് എൻ ഇമേജ് ദാറ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ. അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ലൈക്ക് യു സെഡ് ട്രോളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷേ ഈ കമന്റ്സ് ഇതൊക്കെ അങ്ങനെ പറയാലോ. അപ്പം എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? ബിക്കോസ് ഒബ്വിയസ്ലി ഒരു ചെറിയ പ്രഷറൊക്കെ ഉണ്ടാവില്ലേ. സോ ഹൗ ഡു യു ഹാൻഡിൽ ഓൾ ദിസ്? ബിക്കോസ് കറക്റ്റായിട്ട് മാത്യു ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ അങ്ങനെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും ഇങ്ങനെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ പോകണം, നമ്മൾ ഡ്രസ്സ് ചെയ്യണം, എന്തോ ഒരു ഫ്ലോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, നമുക്ക് തെറ്റാണെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക, എന്തുമാത്രം ഇത് പ്രഷർ ഉണ്ടെങ്കിലും എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് ശരിയാണെങ്കിൽ അതങ്ങ് ചെയ്യുക, എന്തെങ്കിലും പറ്റിയാൽ തന്നെ കോൺസിക്വൻസ് ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലോകാവസാനം ഒന്നുമല്ലല്ലോ. പക്ഷേ ഇതാട്ടോ, പക്ഷേ ഒരു ലോകാവസാനാണ് അടുത്തത് വരുന്നത്, റാപ്പിഡ് ഫയർ. So my G presents Pearly Money ഷോയില് ഇനി അടുത്തതൊരു റാപ്പിഡ് ഫയർ ആണ്. Are you ready? എന്തായാലും ഓൾറെഡി ഇവിടെ ഫയർ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എനിക്കാണ് പിടിച്ചിരിക്കാൻ പറ്റാത്തത്. സോ ലെറ്റ്സ് ഡു ദിസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ റിയൽ ആയിട്ട് ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സൂപ്പർ നാച്ചുറൽ അല്ല. പക്ഷെ ഞാൻ എനിക്ക് സൂപ്പർ നാച്ചുറൽ ആണോ നാച്ചുറൽ ആണോ എന്നൊന്നും അറിയില്ല. ഞാനും ഫ്രണ്ട്സും ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോവുക കാറിൽ, ഹൈവേയിൽ. കേരളം കഴിഞ്ഞു. അപ്പോൾ 100 ഒക്കെയാണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ലിമിറ്റ് ഒക്കെ പാലിച്ച് വണ്ടി ഓടിക്കുകയാണ്. ഇച്ചിരി സ്പീഡ് ഉണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഓടിക്കുന്നത്, ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലിരിക്കുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ബോഡി, ബ്ലഡ് ഒന്നും ഇല്ല കേട്ടോ, ചുമ്മാ ഒരു ബോഡി റോഡിൽ ഹൈവേയിൽ കിടക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടി ഇവനെ. ബോഡി ഒരു മനുഷ്യൻ, ഒരാള് മരിച്ചിട്ടൊന്നുമില്ല, മറ്റേ ഉറങ്ങാനൊക്കെ കിടക്കുന്ന പോലെ സത്യമായിട്ടും. അപ്പൊ ഞാനിവനെ തട്ടിയിട്ട് വെട്ടിച്ചു. എന്നിട്ട് ഞങ്ങള് ഏന്നും പറഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് യൂട്ടേൺ എടുത്ത് നോക്കാം, എന്താ അത് ആരെങ്കിലും കേറിയോ. ഞങ്ങള് എത്ര ദൂരം വന്നൊന്നും അറിയില്ലല്ലോ, ഹൈവേ ആണല്ലോ. അപ്പൊ യൂട്ടേൺ എടുത്ത് വന്നപ്പോ ഒന്നും പിന്നെ കണ്ടില്ല.
ഇനി വല്ലോ പറ്റിക്കാൻ തട്ടിപ്പൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് നമ്മൾ നിർത്തി രക്ഷിക്കാൻ പോകുമ്പോ കൊള്ളയടിക്കുന്നു, അതെ അതെ അതെ. അത് വല്ലോ ആണോ അതോ ഇനി ശരിക്കും തെന്നിയോലും എനിക്കറിയില്ല. ഒരു ഇതില് ഹൊററല്ല, ഇത് കോമഡിയാ. റോട്ടിൽ ഒരാളിങ്ങനെ കിടക്കണത് പിന്നെ അപ്പൊ അതൊക്കെ പേടിയില്ലടാ. ഇനി കാണുവാണെങ്കിൽ ചോദിക്കാം. സ്പീഡ് ഡയലില് ആൾക്കാരുണ്ടോ? സ്പീഡ് ഇല്ല 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 ഇല്ല. വേണോല്ലേ? എമർജൻസി കൊണ്ട് എമർജൻസിക്ക് ഇപ്പൊ പെട്ടെന്ന് വിളിക്കുന്ന ഒരു 5 പേര് ആരൊക്കെയാണ്? ചമൻ, എന്റെ ഫ്രണ്ട് ചമൻ, വിജയ് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട്, തോമസ് ഏട്ടൻ ഫ്രണ്ടാണ്. അച്ഛനും അമ്മേനെ അച്ഛനും അമ്മേനെ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരൊക്കെ ആയിരിക്കും ഫസ്റ്റ് വിളിക്കുന്നത്. ജിതിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, എനിക്ക് കുറച്ചാളും വീട്ടിലൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് രാത്രിയായിരുന്നു ഫസ്റ്റ് വിളിയാടോ ഇങ്ങനെ പറ്റിയൊന്നു വരൂ, അതൊക്കെ ഫ്രണ്ട്സാ കൂടുതലും. എന്റെ ഒരു സ്കൂൾ പഠിച്ച ഫ്രണ്ട്സാ, അവര് കോളേജിൽ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തോ ഞങ്ങളൊരു 6 പേരുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളാണ് ഈ ട്രിപ്പിന് പോകുന്നതും എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രേക്ക് കിട്ടിയ ഷൂട്ടിന്റെ ഇടയിൽ ടൈം കിട്ടിയ അവര് ലൊക്കേഷനായിട്ടൊക്കെ പിന്നെ എന്ത് വേണം അല്ലേ? പ്രൊഡക്ഷൻ ഫുഡൊക്കെ ഇഷ്ടമായിരിക്കും. ഇന്ന് മീനുണ്ടടാ ബിരിയാണിയുള്ള ദിവസം ബിരിയാണി ഉണ്ട്. ഞങ്ങളെത്തി. അല്ല ആക്ച്വലി പ്രൊഡ്യൂസർ കേക്ക് പ്രൊഡ്യൂസർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ബഡ്ജറ്റ് ഇതിൽ കൂടിയിട്ടുണ്ട്. ഇതെന്താ അവര് കറക്റ്റ് ഒരു സാറ്റർഡേ നൈറ്റ് വരും, നമ്മുടെ സൺഡേ ബിരിയാണി ഒക്കെ കാര്യമായിട്ട് ഇവരെ കൂടെ സിനിമയിൽ എടുത്തൂടെ? ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് വേണ്ട. ഒരു മൊമെന്റ്, ഒരു പേഴ്സൺ, മൂവി, ഇത് മൂന്നും പറയണം. ദാറ്റ് ചേഞ്ച്ഡ് യുവർ ലൈഫ്. നമ്മുടെ ലൈഫെ മാറ്റിയ ആദ്യം നമുക്ക് മൊമെന്റ് പറയാം. ഒരു മൊമെന്റ്. എനിക്ക് തോന്നുന്നു ഓഡിഷന് പോവാൻ ആ ഒരു ടൈം ഇപ്പൊ താല്പര്യമില്ല, എനിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് ഞാൻ പോവാനുണ്ടായിരുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. അതൊരു മൊമെന്റ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ അന്ന് പോയില്ലായിരുന്നെങ്കിൽ കുമ്പളങ്ങി നടക്കില്ല. ഇത് വേറെ എത്തിയിട്ടുണ്ടാവാം, പക്ഷെ വേറൊരു റൂട്ടായിരുന്നു. ഇവിടെ മിസ്ഡ് കുമ്പളങ്ങി. അതെ അതെ, അത് ഭയങ്കര. ഒരു പേഴ്സൺ ദാറ്റ് ചേഞ്ച്ഡ് യുവർ ലൈഫ്. അമ്മ ചേഞ്ച് അല്ല, അമ്മ കോൺസ്റ്റന്റ്ലി അമ്മ ഇൻസ്റ്റിൽ ചെയ്യുന്ന വാല്യൂസും. അച്ഛൻ പുറത്തായിരുന്നു, ബഹ്റിനിലായിരുന്നു. അപ്പൊ ഫോർ ഫ്യൂ ഇയേഴ്സ് അച്ഛനുണ്ട്. നമ്മൾ അവിടെ ആയിരുന്നു കുറച്ചു കാലം. എന്നിട്ട് തിരിച്ചു വന്നപ്പോ അമ്മയും ഞങ്ങളായിരുന്നു. അപ്പൊ അമ്മ ചെറുപ്പം പോലെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, അപ്പൊ അങ്ങനെ ഇൻസ്റ്റിൽ ചെയ്യുന്ന കുറെ വാല്യൂസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഞാനും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു നമുക്ക് ശരിയെന്ന് തോന്നേ ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് ഒരു നമ്മൾ അങ്ങനെ ചുമ്മാ പോവില്ല. അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതെ അതെ അതെ. അടുത്തത് മൂവി ദാറ്റ് ചേഞ്ച്ഡ് യുവർ ലൈഫ്. കുമ്പളങ്ങി പറയാം, കുമ്പളങ്ങി ആയിരിക്കും. Because that's the first movie that changed your life. Definitely. Correct. മൂവിയും ആ ഹോൾ സെറ്റ് ചേഞ്ച് ലൈഫ്. ഡെഫിനറ്റ്ലി. അത് എല്ലാവരും, ഞാൻ പ്രീ പ്രൊഡക്ഷനിൽ ADs ഉൾപ്പെടെ ഡയറക്ഷൻ ടീം, പ്രൊഡക്ഷൻ എല്ലാവരും കുറേ പേരുണ്ട്. ഇവരെല്ലാവരുമാണ് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ബെനിച്ചേട്ടൻ, എല്ലാവരുമാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് അതാണ് ഒരു ഇന്നവേ എൻ്റെ ഒരു പ്രോപ്പർ ബേസ്. അപ്പോൾ അതാണ്. ഓക്കെ, താങ്ക് യു. നല്ലൊരു കാര്യം എടുക്കാം. നൈസ് ആൻസർ. ഒരു ഹിഡൻ ടാലന്റ് എനിക്കോ? പക്ഷെ ആർക്കും അറിയില്ല, മാത്യുവിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയൊന്നും എനിക്കും അറിയില്ല. മറ്റേ ജാവലിൻ ത്രോ അതിനു വേണ്ടി പഠിച്ചതാ. പഠിച്ചോ? ഒരു ദിവസം ഒരു ദിവസത്തിൽ പഠിച്ച? ഇല്ലില്ല, ഒരു ദിവസത്തിൽ പഠിച്ച. കുറച്ച് CG ഉണ്ട്. അവിടെ ഒരു ആക്ഷൻ ടീമിൽ, സൺ ടീമിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്നോയിൽ ഇങ്ങനെ നമ്മൾ പടത്തിന് വേണ്ടി കുറച്ച് ഇത്, ചിലതിലൊക്കെ CG ആട്ടോ. വിജയന്റെ മേത്തേക്കൊക്കെ സാറിന്റെ മേത്തേക്ക് എറിയുന്നുണ്ടല്ലോ, അതൊക്കെ CG. അതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ അടിച്ചത്. വിജയുടെ വെള്ളം എറിയുന്നത് കുത്തുന്നൊക്കെ CG ആണ്. എങ്ങാനും ശരിക്കുള്ള സാധനമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ശരിക്കും എന്തിനാ അങ്ങനെ ഇറങ്ങിയത്? ഞാൻ അത് മറന്നിരിക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഇവൻ വിചാരിക്കുന്നത്, അതെ അതെ അതെ, ഇവൻ വിചാരിക്കുന്നത് വേറെ ആരോ കയറാൻ വരും. അച്ഛനെ കുത്തുവോ? അച്ഛൻ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞ, ആര് വന്നാലും ഒന്നും നോക്കണ്ട വിളിച്ചു പറഞ്ഞു. അത് മറ്റേ ഒരു ഡയലോഗ് ഉണ്ട് അതിനിടയ്ക്ക്, അറിഞ്ഞോണ്ടല്ലോ നീ എറിഞ്ഞത്. എനിക്ക് തോന്നി, അത് ചോദിച്ചിട്ടുണ്ട്. നീ ഞാനാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വിജയ് സാർ ചോദിക്കുന്നുണ്ട്, പടത്തിലുണ്ട്. ആരും ശ്രദ്ധിച്ചിട്ടില്ല? ഞാനിപ്പോ ശ്രദ്ധിക്കുന്നു, ഞാനത് ഓർക്കുന്നു. അടുത്തത്
ഒരു നമുക്കിപ്പോൾ ടൈമിൽ ഇങ്ങനെ റിവേഴ്സ് അടിച്ച് ഐ തിങ്ക് ഐ നോ ദി ആൻസർ റിവൈൻഡ് ചെയ്യാൻ പറ്റിയാൽ ഈ ക്ലോക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നമുക്ക് ഒരു മൊമെന്റിലേക്ക് തിരിച്ചു പോയി ആ മൊമെന്റ് ഒന്നും കൂടി ജീവിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് മൊമെന്റ് ആയിരിക്കും? ഷൂട്ട് ഡേയ്സ് ഓഫ് എന്താണ് ഈ കുമ്പളങ്ങി നൈറ്റ്സിൽ നടന്നത്? ഷെയ്നു ഇത് തന്നെ പറഞ്ഞത് അല്ലേ? അത് എന്താ എനിക്ക് പിന്നെയും സ്പെഷ്യലാണ്, കാരണം എന്റെ ഫസ്റ്റ് ഫിലിം അല്ലേ. ഭയങ്കര ഞാൻ പറവയൊക്കെ കണ്ടു ഭയങ്കര ഇത് ചെയ്തിട്ട് കറക്റ്റ് ആ സമയത്താണ് സൗബിക, ബാസി, ഷെയ്ൻ, ഡ്രീം മൊമെന്റ്. ഇനി മാത്യു ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ബിസി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ പ്രൊഡക്ഷൻ ഫുഡ് ആയിരിക്കും ചിലപ്പോൾ കഴിക്കുക, എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. വീട്ടിൽ വന്നു കഴിയുമ്പം അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡില് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അമ്മയ്ക്ക് അറിയാം ഏകദേശം എന്താ. അപ്പൊ ഞാനിപ്പോ എവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മോർ ദാൻ 2 weeks ഒക്കെ പോയിട്ട് വരുമ്പോ എപ്പോഴും അമ്മ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് നോമ്പൊന്നും ഇല്ലെങ്കിൽ അതുണ്ടാവും. ഇപ്പൊ കുറച്ച് ബീഫ് റോസ്റ്റ്, മോരുകറി, ചോറ്, ഭയങ്കര കോമ്പിനേഷൻ. ആ മോരുകറിയിൽ ഇച്ചിരി മറ്റേ വെളുത്തുള്ളിയുടെ പീസും കൂടി കിട്ടിയാൽ പിന്നെ അച്ചാർ, മാങ്ങാച്ചാർ എന്തെങ്കിലും, മീൻ കറി, മീൻ കറി കേട്ടോ, ചാറും ഒരു ഫ്രൈ, പപ്പടം, പയറ്, ചെറുപയറ്, മറ്റേ ഹെൽത്തി ബോയ്. അപ്പൊ അതൊക്കെ ചേർത്തൊരു ചോറും കറിയാണ് അമ്മ ഉണ്ടാക്കും എപ്പോഴും. അമ്മയ്ക്ക് അറിയാം. അമ്മ അങ്ങനെയാണ് അല്ലേ? തൃശ്ശയാണ് എന്റെ അമ്മ. അമ്മയോട് പറഞ്ഞ ആ മൊമെന്റ് ഒന്ന് പറയാ. അമ്മേ ലിയോല് അമ്മ ഇങ്ങനെയൊക്കെ ഇരുന്നോ, എനിക്ക് തൃശ്ശയാണ് അങ്ങനെ പറയാ. എങ്ങനെ പറഞ്ഞപ്പോ അമ്മ എന്താ പോടാ അവിടെ നിന്ന് പറ്റിക്കല്ലോ എന്താ അമ്മ പറഞ്ഞില്ല? ഞാൻ വിജയന്റെ ഒരു സിനിമ വിജയുടെ മോനൊക്കെ കേട്ടാന്ന് പറഞ്ഞോളൂ. ഇതേ ഒച്ചയിലാണ് പറഞ്ഞത്. വിജയ് എങ്ങനെയാണ് പറഞ്ഞത്? സത്യം പറയാം, ആ റിയൽ മൊമെന്റ് എനിക്ക് ഇവിടെ കാണണം. അല്ല ഞാൻ അമ്മ ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കും. അമ്മേ എന്താ പോലെ ആ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് വെക്കോ. അല്ല ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അത് ദേ ചെയ്യുന്നല്ലേ, പോയി ചെയ്തോ. അല്ല ഇത് തമിഴ് പടം. നിന്നെ തമിഴിലെടുത്തോ? ഞാൻ അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ. അച്ഛനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. വിജയുടെ മോനായിട്ടാണ്. ഏത് വിജയ്? ഏത് വിജയ്? തലപതി വിജയോ? വിജയുടെ മോനോ? അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി? ഇല്ല, കാണാൻ സാമ്യമുള്ളതുകൊണ്ട് അങ്ങനെ. അയ്യോ ഇനി അമ്മ തൃശ്ശയാണെന്നുള്ളത് പറ. അമ്മ അതിപ്പോ ഞാൻ പറഞ്ഞില്ല, അമ്മ എല്ലാം സ്ക്രീനിൽ കണ്ട് ഞെട്ടിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് അമ്മ പറഞ്ഞില്ലേ? ഞാൻ ആക്ച്വലി അങ്ങനെ എന്താ ബാക്കി എപ്പോഴും സിനിമയെ സംസാരിക്കുന്നത്, ബാക്കി ഫ്രണ്ട്സിന്റെ കൂടെ മെയിൻ സാധനം അമ്മ പാസം ശരിക്കും ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഈഗോ അടിക്കേണ്ടത് അതന്നെ ഞാനും പറഞ്ഞത്. അമ്മയ്ക്കൊക്കെ ഇരുന്നോ? എന്റെ മദർ ബിഗ് സ്ക്രീനില് മദർ തൃശ്ശ ലെവലില് വന്നിരിക്കാൻ എന്താല്ലേ എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്ക് വരെ ജലസ് അടിച്ചു പോയി. എനിക്ക് തന്നെ എന്നോട് പക്ഷെ അനിയത്തി കറക്റ്റ് ആയിരുന്നു കേട്ടോ. അനിയത്തി ക്യൂട്ട് ഒരു അനിയത്തി. ട്വിൻസ് അവര്. ഇല്ലൻ ആണ് അനിയനുണ്ട്. ഇയലാണ് എന്റെ കൂടെ അഭിനയിച്ചത്. ഒരു അനിയനുണ്ട്. ഇവരുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സെറ്റിലെന്റെ കൂടെ ഉണ്ടാവും. ഭയങ്കര സ്വീറ്റ്. പക്ഷെ ഒരു മോളല്ലേ അഭിനയിച്ചുള്ളൂ? ഇയല് മാത്രം അഭിനയിച്ചുള്ളൂ. ഇല്ലൻ ദാദയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും സിനിമ ചെയ്യുന്നവരാണ്. ഓ, അമ്മയുടെ ജോക്ക് എനിക്ക് ഇഷ്ടമായി. അടുത്തത് സൂപ്പർ പവർ, അതായത് ഇപ്പൊ ഇല്ല, പക്ഷെ ഒരു സൂപ്പർ പവർ യു വിഷ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ പവർ. സ്പീഡാ? എന്ത് സ്പീഡ്? ഓടാനാ? ഞാൻ ഫ്ലാഷ് ഭയങ്കരമായിട്ട് കാണുന്നതാണ്. അല്ല, സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ ഒക്കെ കിട്ടും. അതെ ടൈമിലൊക്കെ എത്താം, പാസ്റ്റ് ആയിട്ട് പോവാം, പ്രസന്റ് ആയിട്ട് പോവാം. അങ്ങനെ ഫ്ലാഷ് ഞാൻ മറ്റേതാ കാണാം, മിന്നൽ മുരളി. അല്ലല്ല, ആ ബ്ലൂ കളറുള്ള സാധനത്തിന്റെ പേരെന്താണ്? സോണിക്. എനിക്ക് ഇഷ്ടം സ്പീഡ്. അപ്പൊ ഇപ്പൊ നിനക്ക് ഇപ്പൊ ആ പവർ കിട്ടി, എവിടേക്ക് ഓടും? അല്ല, ഞാൻ പൊതുവേ സ്പീഡ് കുറവാ, അപ്പൊ കുറച്ച് സ്പീഡ് അങ്ങനെ. അല്ല, അതല്ല, ക്യാമറ ആക്ഷൻ റെഡി, അപ്പൊ ഓടി.
എന്ത് ചെയ്യുന്ന അങ്ങനെയല്ല, എനിക്ക് സ്പീഡ് ഇഷ്ടമാണ്. കാരണം സ്പീഡ് വെച്ചിട്ട് ശരി, എടുത്തു ടൈം ട്രാവൽ അങ്ങനെ കുറെ ചെയ്യാട്ടോ സ്പീഡ് വെച്ച് മാത്രം. ഭയങ്കര അണ്ടർ റേറ്റഡ് എനിക്ക് എല്ലാവർക്കും ഇൻവിസിബിൾ ആയാൽ മതി. ആരും എന്നെ കാണണ്ട. അങ്ങനെ. അടുത്തത് അല്ല സ്പീഡ് അതൊക്കെ പറ്റും നമുക്ക്. ഭിത്തിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും സ്പീഡ് വെച്ചിട്ടാ. അപ്പൊ പവർ വേണ്ടേ? പവർ ഇല്ലാണ്ട് സ്പീഡ് മാത്രമേ ചപ്പാത്തി ആയി പോകും അവിടെ. ഭയങ്കര സ്പീഡ് ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ഉള്ളിൽ കൂടെ. ഏത് പാർട്ടിക്കിള്? നീ സ്കൂളിൽ പോകാട്ട് നീ വെറുതെ ഉണ്ടാക്കില്ലട്ടാ. ഫിസിക്സ് ഞാൻ പഠിച്ചു. ഞാൻ ഫ്ലാഷ് കണ്ടിട്ട് ഉള്ള ജ്ഞാനത്തിൽ അത് ഫിസിക്സ് ഒന്നല്ല. അത് കുറച്ച് when you have speed, ഒരു മിനിറ്റ്, സ്പീഡും അല്ലല്ല, പവറും വേണം. ഇല്ലെങ്കിൽ ഇവിടെ ഇടിച്ചു നിൽക്കും അവിടെ. അങ്ങനെയല്ല, യു ആർ ടോക്കിംഗ് അബൌട്ട് ഓസ്മോസിസ്. അതായത് ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നതാണോ നീ പറയുന്നത്? എനിക്ക് നമുക്കിത് പിന്നെ ചർച്ച ചെയ്യാം. മാത്സ് ഇഷ്ടമായിരുന്നോ? അമ്മ മാത്സ് ടീച്ചർ അപ്പൊ പൈതഗോറസ് തിയറം അറിയോ? പൈതഗോറസ് പറഞ്ഞു. അതും ഇതും തമ്മിലൊന്നും എന്താ? അത് ട്രയാങ്കിൾ അല്ലേ? അത് വേറെ. Which was your favorite subject? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. ഭാഗ്യം. മാത്സ് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് പാട്ട് പാടുവോ? എന്താണ് അങ്ങനെ പാട്ട്? ഈ പടത്തില് നൈറ്റ് റൈഡേഴ്സിൽ എന്റെ അടുത്ത് പറഞ്ഞു, നൗഫലിക്ക പറഞ്ഞു അതെ ഹൊററാണ് പാട്ട്. അങ്ങനെയായി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പോയിന്റില് മീനാക്ഷി രണ്ടു വരി. അപ്പൊ മീനാക്ഷി 2 വരി പാടും, മാത്യുവും 2 വരി പാടും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒച്ച ഭയങ്കര മോശമാണ്, എന്റെ ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ട് പ്ലേ ബാക്ക് സിംഗർ. അപ്പൊ ഞാൻ പറഞ്ഞു മോശമാണ്, ഞാൻ ശ്രമിച്ചു നോക്കാം, നിങ്ങൾ നോക്കിട്ട് കിടക്കും. അപ്പൊ എന്റെ വിശ്വാസം എന്താ, ഓട്ടോ ട്യൂൺ. ഞാനതല്ലേ വിചാരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് എന്താ പാടിക്ക് ഞാൻ പുറത്തായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടുത്തെ സമയം രാത്രി ഇങ്ങനെ അയച്ചു കൊടുത്തു. ഇക്കൊക്കെ രാവിലെ കിട്ടിയേ. അപ്പൊ ഇക്ക രാവിലെ വെളുപ്പിന് എണീറ്റ് ഇത് കേട്ട എണീക്കുന്ന പുള്ളി ചിരിച്ച് കട്ടിലെന്ന് ഉരുട്ട് പറഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. അങ്ങനത്തെ പാട്ട് എത്രയ്ക്ക് മോശം. ഞങ്ങൾക്ക് കേൾപ്പിച്ചു വേണോ? ഇട്ടോ ഇവിടെ എന്തോ ആവാ. അല്ല ഭയങ്കര മോശം മോശം എന്നൊക്കെ പറഞ്ഞാ ഞാൻ പറയാം, ഞാൻ തീരുമാനിക്കാം. എന്നിട്ട് ഇത് യൂസ് ചെയ്തോ സിനിമയിൽ? ഇല്ല. ഇത് വേറെ കോമഡി. എന്നിട്ട് മീനാക്ഷി ഇതേ 2 പേരും ഒരേ പാട്ടാ പാടിയ, ഫീമെയിൽ മെയിൽ. മീനാക്ഷി പാടിയത് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പടത്തിലില്ല, സമയമില്ല, എന്തോ ഇതായിട്ട് അവർ കാണുന്നു. പക്ഷെ ഞാൻ കൊളായിട്ട് പാടിയത് പടത്തിൽ വെച്ചു. അതാ ഞാൻ പറഞ്ഞ ഹൊറർ മൂവി അല്ലേ, ഹൊറർ കോമഡി. ഇതെന്തായാലും ഇത് ഹൊററാണ് കുറച്ചധികം. ഇത്രേ ഉള്ളൂ. കറക്റ്റ് 2 വരി. ഞാൻ ഒന്നും കൂടി കേട്ടോട്ടെ. എന്റെ റിംഗ് ടോൺ ആക്കാം എനിക്ക്. ഇത് ഒരാൾ വിളിക്കുമ്പോ ഇപ്പൊ ഇമാജിൻ എന്നെ നീ വിളിക്കാണ്, ഇതാണ് ഹലോ ട്യൂൺ. അയ്യോ ആള് വെച്ചിട്ട് ഹലോ ട്യൂൺ. എടാ ഇതുപോലെ ഞാനും പാടിയിട്ടുണ്ട്. നട തുറന്ന് നമ്മളൊക്കെ ചുരുണ്ടമുടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ പറ്റൂ. കുറച്ചധികം കഴിവ് കൂടുതൽ. കുഴപ്പമില്ല. നമ്മളൊക്കെ ജനിക്കേണ്ട സ്ഥലം ഇതല്ല. ഫോറിനില് ബിയോൺസ, റഹാന, ആ മൂടായിരുന്നു. ഇംഗ്ലീഷ് പാട്ട് പാടില്ല എനിക്ക്. അടുത്തത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നീ സീരിയസ് ആവോ? ഞാൻ സീരിയസ് ആയ ഫേവറേറ്റ് യൂട്യൂബർ? സത്യസന്ധമായിട്ട് ഉത്തരം പറയണോ? അതെ സത്യം. ലൈ ഡിറ്റക്ടർ എടുക്ക്, അത് വെക്കണോ അല്ലേ? നമ്മുടെ ഇവിടെ വാങ്ങിച്ചേക്കണത്. ഫേവറേറ്റ് ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ? ഇല്ല, പക്ഷെ കാണാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യ്, കമന്റ് അടി, ലൈക്ക്, സബ്സ്ക്രൈബ്. ആക്ച്വലി ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് മറ്റേ ബെൽ ബട്ടൺ ഒന്നുമില്ല. ബെല്ലൊന്നും അടിക്കണ്ട, ബെല്ല് വേണ്ട. അതൊക്കെ നിന്ന് ഡേവിഡ് ക്യാമറയിൽ അവിടെ അവൻ എന്തോ അടിച്ചിട്ടാ തരണേന്ന് തോന്നുന്നു. ഇനി ഒരു കോ ആക്ടർ മാത്യുവിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത ഒരു കോ ആക്ടർ? നസ്ലിൻ. ഐ തിങ്ക് യു ഓൾറെഡി സെഡ് ദാറ്റ് ആൻസർ. ഇനി
an emoji. ഇപ്പൊ ഫോണിൽ കുറെ ഇമോജീസ് ഉണ്ട് ആ മെസ്സേജസിൽ. മാത്യുവിനെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇമോജി ഒന്ന് കാണിച്ചു തരാം. സ്മൈലി ഫേസ് ആയിരിക്കും. ഞാൻ ചിരി പ്രശ്നമായിരിക്കും കുറച്ച്. ഏത് സ്മൈലിയാ? മറ്റേ കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ട്. വെള്ളം വന്നിട്ടിരിക്കുന്ന. ഓ, നല്ലൊരു കൈയടി കൊടുക്കാം. ഞാൻ മറ്റേ എന്ത് അലമ്പ് കോമഡിക്കും ചിരിക്കുന്നൊരു ആളാണ്. അങ്ങനെയല്ല, ചുമ്മാ വളച്ചൊടിക്കുന്നതാണിത്. റോങ്, ദിസ് ഈസ് റോങ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അത്ര ലളിതമായിട്ടുള്ള ഹൃദയമാണ്. അങ്ങനെയല്ല, ഇത് ഭയങ്കര അടിപൊളി. ഓക്കെ, എന്ത് അലമ്പ് കോമഡിക്ക് ഞാൻ ചിരിക്കുന്നു. അങ്ങനെയല്ല. അടുത്തത്, ഇനി മാത്യു ഇതില് ഫുൾ ഓൺ ഒരു ലുക്ക് വൈസ് പറയുമ്പോ ഒരു താടിയൊക്കെ വെച്ച് കുറച്ചൊരു മെച്ചോർ. ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്ന മാത്യു എന്ന് വെച്ചാൽ ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ കോളേജ് കുട്ടി. പക്ഷെ ഇപ്പം ഒരു ഫുൾ ഓൺ ഹീറോ ഫീലിലേക്ക് വന്നിരിക്കുന്നു, കുറച്ചുകൂടി മെച്ചോർഡായി. അപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയോ? ലുക്ക് ആക്ച്വലി ഫുൾ ക്രെഡിറ്റ്സ് ടു ഡയറക്ടർ. ഓക്കെ, മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടൻ ആൻഡ് കോസ്റ്റ്യൂം ചെയ്ത മെൽവി. 100% എൻ്റെ ഒരു ഇതുമില്ല. അത് എന്താ വെച്ചാൽ നൗഫ്ലിക്കൊക്കെ ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ഇവനെ ഇത്രയും സിനിമയിൽ പോലെയല്ല, എവിഡന്റ് ആയിട്ടൊരു ചേഞ്ച് വേണം, മെച്ചുവേർഡ് ആയിട്ട് ഇത് വേണം. അപ്പൊ റോണക് ചേട്ടൻ അതിനനുസരിച്ച് താടിയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തു. മെൽവി ജെ കോസ്റ്റ്യൂംസ് ചെയ്തപ്പോ അങ്ങനെ. അപ്പൊ അത് അവരുടെ വിഷനാണ് 100%. ക്യാരക്ടറിന്റെ പേര് ശ്യാം എന്നാണ്. ശ്യാമാന്ന് വിളിക്കും, ഷാമേന്നും വിളിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ശ്യാമിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെ, അതെനിക്ക് തോന്നി. ഇച്ചിരി എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രശ്നം. അതിനൊരു ചെറുതായിരുന്നപ്പോ ഒരു ട്രോമ ഉണ്ടായി. ആക്ച്വലി നല്ല രസമുള്ള കഥ കേട്ടോ പറയാനൊക്കെ. കഥ പറയട്ടെ, ആഗ്രഹമുണ്ട്. അറിയില്ല, അറിയായിരുന്നെങ്കിൽ. അപ്പോ നാട്ടില് ഇവൻ മംഗലാപുരത്തുനിന്ന് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് നാട്ടിൽ വരിക, എക്സാം ഒക്കെ എഴുതി വന്നു. ഇവന്റെ നാട്ടിൽ നെല്ലിക്കാൻ പോയില്ല വന്നു. അപ്പൊ നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, കുറെ അധികം. അപ്പൊ ഈ നാട്ടുകാർ ഇതെന്താന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവനെ അത് ബാധിക്കും. ഇവന്റെ ഉള്ള പ്രശ്നങ്ങളും ഈ പ്രശ്നവും അതിൻ്റെ ഒപ്പം കാമുകി പറയും നീ ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവൻ കാമുകിയുടെ അടുത്ത് വെച്ച് തള്ളിയിട്ടുണ്ട് ഞാൻ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ ഇവൻ പെട്ടു. അപ്പൊ ഇവന്റെ ഒരു സ്ട്രഗിൾ, ഇവന്റെ പ്രശ്നങ്ങൾ ഓവർകം ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പരിപാടിയാണ് ഇവന്റെ ഒരു ജേർണി. പടം നോക്കാം. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് വരട്ടെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, where do you see yourself 20 years from now? അതായത് ഇപ്പം ഒബ്വിയസ്ലി ഇതാണ് മാത്യുയുടെ പാസ്റ്റ്. അത് മാത്യു ഉറപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദർ ഇസ് നത്തിങ് എൽസ് ഫോർ യു. അതെനിക്ക് 100% ഉറപ്പാണ്. സോ ഇങ്ങനെ പോകുമ്പോൾ മാത്യുയുടെ മനസ്സിൽ ഒരു 20 years from now, where do you see yourself? എന്താ, നല്ല സിനിമകൾ ചെയ്യണം. അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും ഡെഫിനറ്റ്ലി പൈസ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യണം. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ചെറിയ ഇതാണെങ്കിൽ പോലും ഒക്കെ ഓഫ് ബീറ്റ് എന്ന് അങ്ങനെ ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞ അതാണെങ്കിൽ പോലും ഒക്കെ അങ്ങനത്തെ പറയാൻ നല്ല ആൾക്കാർക്ക് എന്താ ഉള്ളിലൊക്കെ തട്ടുന്ന പോലത്തെ കുറച്ച് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റണം. പ്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെ ആഗ്രഹം. പ്രൊഡ്യൂസർ ആവാനും ആഗ്രഹം. ഉറപ്പായിട്ടും 20 yearsലൊക്കെ പറ്റുമെന്ന്. എന്തായിരിക്കും പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര്? അല്ലല്ല, ആക്ച്വലി അതാണ്. അറിയില്ല, നോക്കാം. 20 വർഷം കഴിയുമ്പോൾ നല്ല പേര് കിട്ടിയ Anyway, I hope that happens. Anyway, നല്ലൊരു കൈഡി ഫോർ മാത്യു. ഇനി മൈജി പ്രസൻസ് പലിമാണി ഷോയിൽ അടുത്തൊരു ചെറിയൊരു ഗെയിമാണ്, ഫൈൻഡ് ദ പേഴ്സൺ ബിഹൈൻഡ് ദ വോയിസ്. ഓക്കെ, ഫസ്റ്റ് വോയിസ്. ജീവിതാവധി സപ്ലി എന്ന് എന്നെ തളർത്താൻ എന്നിട്ട് ഞാൻ തളർന്നു. കേട്ടില്ല, അടുത്ത സെക്കൻഡ് നസ്ലിൻ. അങ്ങനെ സെക്കൻഡ് വോയിസ്. ആരെ പേടിക്കുന്നത്? നാട്ടുകാരെയാ. ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് ചായ എടുത്ത് കൈ പിടിച്ചു. ആയിരിക്കും വിശേഷം അറിയണ്ടെന്ന് അറിയണോല. ഒന്നും കൂടി. നാട്ടുകാരെയാ.
അർജുൻ ചേട്ടൻ. അർജുൻ ചേട്ടൻ. എനിവേ അടുത്ത വോയിസ് നമുക്ക് കേൾക്കാം. പമ്പരവിട്ടി. എങ്ങനെ സാധിക്കുന്നത്? വിനീതേട്ടന് അധികം ഇന്റർവ്യൂസിൽ കിട്ടൂല, കിട്ടിക്കഴിഞ്ഞ് ഇതൊക്കെയാണ് നടക്കുന്നത്. ആ ലിറിക്സ് ഒക്കെ എനിക്ക് അപ്പം ഉണ്ടാക്കിയതാന്ന് അടുത്ത വോയിസ്. എനിക്കും കിട്ടിയില്ല. ലൂപ്പിൽ ഇട്ടോണ്ടിരിക്കുക, പിന്നെ ചിരിച്ച് തീരാത്ത. ഒന്നും കൂടെ വെച്ചാ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പൃഥ്വിരാജ് അല്ലേ? ഞാനും ആലോചിച്ചു പൃഥ്വിരാജ് ആണോ. ഓക്കെ, അത് ബ്രോഡാഡിയാണോ? ഏത് സിനിമയാണ് ഇത്? അനാർക്കലിന്ന് എടുത്തോണ്ട് അതിലെല്ലാ ചിരിയും ഒരുമിച്ച്. പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ്? ഞാൻ ചെറുതിലെ കുറെ കണ്ട സിനിമകള് പൃഥ്വിരാജിന്റെ. ഒരേ ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Can we expect a movie both of you together? അല്ല, എന്താ പറയണേ, ആരെങ്കിലും കൂടെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എല്ലാവരുടെയും കൂടെ അങ്ങനെ 2-3 പേരുടെ പേര് പറഞ്ഞു. കേരളത്തിൽ നിന്ന് 2 പേര് പറഞ്ഞു. പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കണം. പിന്നെ എനിക്ക് വിജയരാഘവൻ കുട്ടേണ്ണ ഭയങ്കര ഇഷ്ടം. കുട്ടേണ്ണ ചെയ്തു, ഇനിയും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര. ലാലേട്ടൻ ഡെഫിനറ്റ്ലി. ഹിന്ദിയില് ഷാറുഖ് ഖാൻ. പിന്നെ ഷാറുഖ് ഖാൻ ഓൾറെഡി ഷെയ്ൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഷാറുഖിനോട്. ആലിയ ഭട്ട്, രൺബീർ കപൂർ. മൈ ഫ്രണ്ട്. Oh my god. ആലിയ ഭട്ട് പരിചയപ്പെടുത്താം. She doesn't like to. I'll say Trisha's son. ജോആൻജോ ഞങ്ങളിങ്ങനെ ചെയ്യുന്നൊക്കെ സമയത്ത് ഇപ്പൊ പടം ഇറങ്ങി നല്ല ഹിന്ദിയിട്ടൊക്കെ എടുക്കുമായിരിക്കും. അപ്പൊ ഞാൻ നിഖിലേച്ചൊക്കെ ആലിയ ഭട്ടായിരിക്കും നിഖിലേച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോയി ചെയ്തോളാം. അവർക്ക് എന്തിനാ ബുദ്ധിമുട്ടണേ? ഞാൻ തന്നെ. ഹിന്ദി മാലും ഹിന്ദി മാലും ഒരു അക്ഷരം. പക്ഷെ അതിലധികം ഡയലോഗ്സ് ഇല്ലല്ലോ. പഠിക്കും. തമിഴും അറിയില്ല. ഹിന്ദിന്ന് കോൾസ് വരുന്നുണ്ടോ? വന്നിട്ടില്ല. ഇല്ല, വരട്ടെ. അറിയില്ലല്ലോ. ഹിന്ദി അറിയണമെന്നില്ലടാ. സത്യമായിട്ടും എനിക്ക് മറ്റേ മേരാ നാം മാത്യു ഹേ തുമാരാ നാം ക്യാ ഹേ അങ്ങനത്തെ കുറച്ച് കബി ഖുഷി അതൊക്കെയാണ്. മേനെ പ്യാർ കുച്ചു കുച്ചു ഹോത്താ ഹൈ. ഹിന്ദി സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഹിന്ദി കോമഡി എന്ന് വെച്ചാൽ ഞാൻ ബെറിനിലായിരുന്നു സെക്കൻഡ് വരെ. അപ്പൊ അവിടെ ഹിന്ദി ആയിരുന്നു. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ഹിന്ദി ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഹിന്ദി അറിയില്ല. അപ്പൊ ഞാൻ ഒട്ടും അറിയാത്ത മലയാളം പോയി എടുത്തു. എന്നിട്ട് പിന്നെ എന്തായാലും മലയാളം പഠിച്ചത് നന്നായി. അതെങ്കിലും അറിയാം. അല്ലെങ്കിൽ സത്യമായിട്ട് ഹിന്ദി അറിയില്ല, മലയാളം അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. വെരി സ്മാർട്ട് ബോയ്. ഭയങ്കര ഹംബിൾ, ഭയങ്കര എളിമേശായിട്ട് നീ കാണിക്കാൻ. ഭയങ്കര ബുദ്ധിയുള്ള സ്മാർട്ട് ഒരു പയ്യനാണ്. അല്ലെങ്കിൽ ഈ ലെവലിലൊന്നും എത്താനും പറ്റില്ല. യു ആർ വെരി വെരി സ്മാർട്ട്, വെരി ടാലന്റഡ് ആൻഡ് എക്സ്ട്രീംലി ഹംബിൾ. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇങ്ങനെ വാരി കോരി തരുന്നത്, നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല സിനിമകളും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാത്യുവിൻ്റെ അടുത്ത് ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത വോയിസ് വരും. അതൊന്നും കൂടിയിട്ട് ഇവര് വന്നല്ലോ, എന്ത് രസമായിരുന്നു. എനിക്ക് കുറച്ച് കഴിയുമ്പോ തലവേദന എടുക്കാൻ തുടങ്ങി. അത്രയും ചിരിച്ചു ഞങ്ങള്. ഇവിടെയൊക്കെ വേദന എടുത്തിട്ടുണ്ടോ? എനിക്ക് ഓൾറെഡി ഇന്ന് വേദന എടുക്കണം. എനിക്ക് കൊറേ ചിരിക്കുമ്പോ വേദന എടുക്കും. അത് എല്ലാവർക്കും ഉണ്ടല്ലേ? അതെന്താ അങ്ങനെ? എനിക്കറിയില്ല. ആ മസിലൊക്കെ കൊറേ കഴിഞ്ഞ സത്യം.
എൻ്റെ ഒരു എഡിറ്റർ ഉണ്ട്, ആരാന്ന് ഞാൻ പറയില്ല, തുപ്പി കാണിക്കാം. അവൻ അലാം വെക്കും ചിരിക്കാനോ? അലാം വെക്കും എല്ലാ വണ്ണവും. ചിരിക്കണം. ആരാന്ന് ഞാൻ പറയുന്നില്ല. അല്ല നല്ല അല്ല, അവരിവിടെ വർക്ക് ചെയ്യല്ലേ. എൻ്റെ എന്റെ ജോക്ക് കേട്ടിട്ട് ചിരിക്കാൻ മറന്നെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഭയങ്കര എപ്പോഴും സീരിയസ് ആയിട്ട് ഇങ്ങനെ. അല്ല പറയുന്നില്ല, പുള്ളിക്കറിയാം ആരാണ്. പക്ഷെ പുള്ളി ഭയങ്കര, ഞാൻ മീറ്റ് ചെയ്തപ്പോ ഭയങ്കര, അപ്പൊ ഞാനൊക്കെ ഓക്കെ അറിവൊക്കെ ഉള്ള ഒരാള്, നല്ല പൊക്കമുണ്ട്, മീശൊക്കെ ഭയങ്കര ഫ്യൂരിയസ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫുള്ള് പൊക്കി. എന്നല്ല മനസ്സിലായത്, ചുമ്മാ കാണിക്കാൻ മാത്രം. പിന്നെ എന്ത് പറഞ്ഞാലും പുള്ളി പറഞ്ഞ കോമഡി പക്ഷെ ഐ തിങ്ക് യു ആർ വെരി കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളൊരു ഭയങ്കര, എനിക്കൊന്ന് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയാൻ, നല്ല സെറ്റ് ഓഫ് ഫ്രണ്ട്സ് സിനിമയുടെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ആരുടെയെങ്കിലൊക്കെ അടുത്ത് വരുന്നു, ചുമ്മാ പറയാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ച് ഇപ്പൊ മാത്യു കോളേജും സ്കൂളും അങ്ങനെ അധികം പോകാൻ പറ്റിയിട്ടില്ല, ഡിസ്റ്റൻസിലാണ് പഠിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയത്? സ്കൂളില് ഞാൻ 4th മുതൽ 12th വരെ ഒറ്റ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം മുതലുള്ള ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും. അതാണ് ബിരിയാണിയുടെ ടൈമിൽ അവര് ഫുഡാണ് ഞങ്ങളുടെ പണ്ടും ആരെങ്കിലും പാത്രം തന്ന കഴിയും. അത് ഭയങ്കര, പക്ഷെ ഭയങ്കര അവരോട് അപ്പൊ ഒരു ഷെയർ ചെയ്യാൻ ഞാൻ ഒരു അടിപൊളി സാധനം തരാം കേട്ടോ. അപ്പൊ ഒരു ചെറിയ വൈൻഡപ്പ് എടുത്തോട്ടെ. അപ്പൊ മൈ ജി പ്രസൻസ് പൊലിമാണി ഷോയില് ഇത്രയും നല്ല, സത്യമായി ഞാൻ കുറെ ഇന്ന് ചിരിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷ മാത്യുവേ അല്ല, ബിക്കോസ് ഞാനും പ്രതീക്ഷിച്ചില്ല. അല്ല എന്റെ കാര്യം, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് വളിപ്പിന് ചിരിക്കുന്നു പറഞ്ഞ ആളാണേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ ചിരിക്കും. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു ഗസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്താ കിളി പോയി. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഇത്രയും ഞാൻ ചിരിക്കുന്നു വിചാരിച്ചില്ല. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് തരാനുണ്ട്. എന്നെ ഇത്രയും ചിരിപ്പിച്ചതിനും ഞങ്ങൾ ഇത്രയും എന്റർടൈൻ ചെയ്തതിനും ഇത്രയും സംസാരിച്ചതിനും ഐ ഹാവ് ടു ഗിവ് യു എ സ്മോൾ ടോക്കൺ ഓഫ് ലവ് ഫ്രം അവർ ഷോ. മൈ ജി പ്രസൻസ് പൊലിമാണി ഷോയില് മാത്യുവിന് വേണ്ടി ഒരു അടിപൊളി മാത്യുയുടെ ഫോട്ടോ മാത്യുവിന് വെക്കാൻ. യു ഷുഡ് ലവ് യുവർ സെൽഫ്, അതാണ് അതിന്റെ അർത്ഥം. ഇതെന്താന്ന് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. ഇത് മറ്റേ അമ്മയുടെ കൊടുത്താൽ മതി, അടിച്ചു വളർത്താൻ കുറച്ചൊക്കെ. കാപ്പിപ്പൊടി, അങ്ങനെ പറയില്ലടാ. കോഫി പൗഡർ, പരിപാടി കാപ്പിപ്പൊടി, കോഫി പൗഡർ, കോഫി ബീൻസ്, കാപ്പി ബീൻസ്, മറ്റേതെന്ന് സോപ്പ്, കാപ്പിപ്പൊടി. നിന്റെ ഭാഷ പറയുക ആക്ച്വലി അതാണ്. ഒരു മെഴുകുതിരിയും സാമ്പ്രാണിത്തിരിയും മെഴുകുതിരിയും ഒക്കെ, ഒരു ഈർക്കിലി, കുറച്ച് പുല്ല്. നീ ഓർക്കണ്ട എന്നെ ട്രോളാ എനിക്ക് ഞാൻ മതി. പക്ഷെ നീ ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഞാനൊന്ന് മൈജിനെ വിളിക്കട്ടെ. ആ ഫോൺ എടുക്ക്. തിരിച്ചെടുക്കാനാണോ? അല്ലല്ലല്ല, എനിക്ക് ഇത് എന്റെ അഭിമാന പ്രശ്നമാണ്. എക്സ്ക്യൂസ് മീ. എന്താണ്? ഹലോ മൈജി, ഇതാ ഇവിടെ മാത്യു വന്നിട്ട് ഒരു മിനിറ്റ് ലൈറ്റായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. നമ്മളെ പുല്ലും ഈ മെഴുകുതിരിയും കാപ്പിപ്പൊടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഓ, നിങ്ങളത് തരുമോ? ഓക്കെ ഓക്കെ ഒരു മിനിറ്റ്. മൈ ജി പ്രസൻസ് പൊലിമാണി ഷോയില് ഞങ്ങള് മാത്യുവിന് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യ தொலைக்காட்சியில் முதல் முறையாக நீங்கள் சந்திக்கும் മാത്യുவுக்காக ഒരു മൈ ജി പ്രസൻസ് ഒരു ഗിഫ്റ്റ്. അത് என்னன்னு തുറന്ന് പറ. എന്താണത്? பார்த்துட்டு சொல்லு. ഞാൻ ആക്ച്വലി മതി 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 മൈൻഡ് റീഡിങ്. നീ എന്നെ തെറ്റിദ്ധരിച്ചു. ഒരു വിളി മതി. ലിയോല രണ്ടാനമ്മയാ. ഞാൻ പറയാം. വേണ്ട.
എടാ ഇത് എന്താന്നറിയോ? സ്പീക്കർ, ബ്ലൂടൂത്ത് അല്ലേ? അതിന് ഒരു മിനിറ്റ് ഒക്കെ ഇടാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇനി തരുന്നത്. താങ്ക് യു. എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം എന്നുള്ള പ്രശ്നമൊന്നുമില്ല. എന്റെ സ്നേഹം അത് മതി, അത് മതി ചേച്ചിക്ക്. അത് മതി, എന്റെ സ്നേഹം അത് മതി, അത് മതി. അതല്ലേ ഏറ്റവും ലൈഫ് ലോങ് എവിടെങ്കിലും വെച്ച് എന്നെ കണ്ട ആ ഒരു വിളി ഉറപ്പായിട്ടും അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കൂ. സ്റ്റേജിലൊക്കെ അല്ല നമ്മൾ അങ്ങനെ ആരെങ്കിലും എനിക്ക് ശരിക്കും കുമ്പളങ്ങിയൊക്കെ കണ്ടിട്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ആ മൂടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ചില്ലല്ലേ. എന്തിനാ ഈ ജീവിക്കുന്നത്? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? എന്താ ഈ ജീവിതം എന്ന് വെച്ചാൽ എന്താ മാത്യു? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ്? അതാ ഞാൻ പറയുന്നത്. എന്താ ഈ ജീവിതം? നമ്മളൊക്കെ വലിയ കാര്യത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. എന്താ ഇത്? മാട്രിക്സിന്റെ ഉള്ളിലാണ്. ഇല്ല നീ പറ. ഞങ്ങള് ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടോ, ഞാനൊരു ഫ്രണ്ട് ഇടയ്ക്ക് ചോദിക്കും വാട്ട്സ് മീനിങ്. അപ്പൊ അതിന്റെ ഉത്തരം എന്താ? ജീവിച്ചു നോക്കാം, കണ്ടുപിടിക്കണേ വിളിക്കണം. ഉത്തരം കിട്ടി. ബട്ട് വാട്ട് ഇസ് ലൈഫ്? അങ്ങനെ വിടില്ല ഞാൻ. ഓക്കെ, ലൈഫ് എന്ന് പറയണത് വേണ്ട അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആയിട്ട്. അല്ലല്ലോ പറഞ്ഞ നീ ആ മൂഡിലേക്ക് കയറി. ഞാൻ എന്റെ മൂഡ് എന്താന്ന് മനസ്സിലായോ? മറ്റേ റീൽസ് അല്ല, ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺ വേണം ലൈഫിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമല്ല, നമുക്കൊരു കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടൊക്കെ ജീവിക്കുക. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അതന്നെ, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. എന്തിനാ വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ട്? നമ്മള് നമ്മുടെ കാര്യമൊക്കെ നോക്കി പറ്റുന്നൊക്കെ എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്ത് മോരും മീൻകറിയൊക്കെ അതെ, ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഫേസ് ചെയ്യുക. What is love according to you? അതെനിക്ക് അറിയത്തില്ല. വെരി ബാഡ് ലക്ക് ഇൻ ലവ്. നോ ലക്ക് ഇൻ ഗോൾഡൻ അത് മാത്രമേ ഉള്ളൂ. ആരുമില്ല. നീ ഇല്ലാതെ ലൈഫ് ரொம்ப സാരോ. വിഷമം പറയാൻ പോലും ഒരു ലവ് ലൈഫ്. അത് മാസ്ക് ഓഫ് സാരോ, പയ്യൻ ഹീറോ സിംഗിങ് ഡുവറ്റ്. വേറെ ആരോ ഇപ്പൊ പിടികിട്ടി. പാവടാ നീ. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് എന്തെങ്കിലും സെറ്റ് ആക്കാം. ഓക്കേ, അപ്പൊ റെഡി. ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ പറ. അറിയാം, വേറെ ആരോ ജലസാവട്ടെ. അങ്ങനെയെങ്കിലും ആരെങ്കിലും. അപ്പൊ ഇത് കഥയായോ ഇത്? ചിലപ്പോ ഇതെല്ലാം ഒരു ട്രിക്കായിരിക്കാം. അല്ല, നിനക്ക് പ്രായമായിട്ടില്ലല്ലോ, ചെറിയ കൊച്ചിതാ. എന്ത് എന്നെക്കാളൊക്കെ കുറെ ചെറിയ ആൾക്കാരൊക്കെ പൊളിക്കണ കാണണം, കൊതിയാവും. ഓ, നീ മറ്റേ സിംഗിൾ ബോയ്സ് അസോസിയേഷന്റെ ഹെഡ്. എങ്ങനത്തെ പെണ്ണാണ്? അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ല, ചുമ്മാ അങ്ങനെയല്ല, അതേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുള്ള എവിടേക്കൊക്കെയോ പോകുന്നു. ഓക്കെ, ശരി. അപ്പൊ താങ്ക് യു സോ മച്ച് മാത്യു. ഇതിപ്പോ എന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അപ്പൊ എന്തായാലും നൈറ്റ് റൈഡേഴ്സ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. മാത്യു ഭയങ്കര അടിപൊളി ഒരു ക്രൂ ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ മൂവിയാണ് പ്രേക്ഷകർക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ തിയേറ്ററിൽ അവർ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ അടിപൊളി മൂവി ആയിരിക്കും എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു, ഹോപ്പ് ചെയ്യുന്നു. ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും ഓഡിയൻസിനോടും പറഞ്ഞോളൂ, കണ്ടോ തിയേറ്ററിൽ വരൂ, കാണും, പ്ലീസ് സപ്പോർട്ട്. അല്ല, ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ ഹാപ്പിനെസ് എല്ലാവർക്കും കൺവേർട്ട് ആവട്ടെ, ആരെയും ഡിസപ്പോയിന്റ് ചെയ്യില്ല. ഇല്ല 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 ഇല്ല. സോ പ്രൗഡ് ഓഫ് യു മാത്യു. യു ആർ സച്ച് എ സ്വീറ്റ് ബോയ്. എനിക്ക് ഭയങ്കര ഹാപ്പി. ലൈക്ക് എന്താ പറയാ, യു ആർ സോ ഇന്നസെന്റ്. താങ്ക് യു. സോ ഇന്നസെന്റ്. ആക്ച്വലി യു സ്പീക്കിംഗ് ഫ്രം യുവർ ഹാർട്ട്. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഒരു. അല്ല, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു സ്പേസ് തരുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. അല്ലല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു കാര്യമായിട്ടും. അല്ല, എല്ലാവരുടെ അടുത്തും പോയിട്ട് നമുക്ക് അങ്ങനെ പറ്റും. നമുക്കൊരു ഇത് ചിലവര് ഭയങ്കര സീരിയസ് ആയി, അപ്പൊ നമ്മളും സീരിയസ് ആവും. നമുക്കൊരു ആ ഒരു ഇത് കിട്ടുമ്പോഴാണല്ലോ നമുക്കും അത് ഭ്രാന്തന്മാരുടെ ഇടയിൽ നമ്മൾ
ഒരു ഭ്രാന്താലയത്തിൽ കിടന്നിട്ട് ഞാനെന്തിനാണ് ഇവിടെ സീരിയസ് ആവണം. ഞാനും ഇങ്ങനെ ഞാനും നല്ലതായിട്ട് കേൾക്കില്ല. എന്തായാലും നമുക്കപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യത്തിൽ ഗോൾഡൻ സ്പാരോനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ ചോദിക്കും. സെറ്റ് ആക്കിക്കോ. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കഥയായിട്ട് വരും. അപ്പൊ എന്തായാലും മൈജി പ്രസൻസ് പേർലിമാണി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് വിത്ത് മാത്യു ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. Make sure you subscribe to our channel and comment below. Appa thank you so much, Matthew. Take care. Bye. Bye. This video is powered by MyG Future. Experience the next. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Just believe. Ba 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 Holy Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy Money Show.